വളരെ പ്രസക്തമായ ഈ വചനം വായിച്ചു കേട്ടിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ബെഥെസ്ദ എന്ന പേര് അതുകൊണ്ട് തന്നെ നമുക്ക് പരിചിതമാണ്. ക്രൈസ്തവരുടെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് വളരെ വളരെ അടുപ്പമുള്ള അർത്ഥവുമുള്ളൊരു പേരാണ് ഈ ബെഥെസ്ദ എന്ന് പറയുന്നത്. ഇതിനോട് ഏതാണ്ട് സാമ്യം വരുന്ന അപ്പോൾ തന്നെ ഒരു ബന്ധവുമില്ലാത്തൊരു പേരുണ്ട്, ബേത്സൈദ. അത് ഗലീലിയ കടലിൻ്റെയും ഗലീലിയൻ ഡിസ്ട്രിക്റ്റിൻ്റെയും പേരാണ്, ആ ഭൂപ്രദേശത്തിൻ്റെ പേരാണ്. ഇത് യെരുസലേമിന് വളരെ വടക്കാണെങ്കിൽ ഇത് യെരുസലേമിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ബെഥെസ്ദ. ബെഥെസ്ദയെക്കുറിച്ചുള്ള വളരെ അർത്ഥവത്തായ ഒരു വിശകലനം നമ്മുടെ എഴുത്തുകാരനായ അപ്പോസ്തലൻ യോഹന്നാൻ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ് കണ്ടത്. ഇതിനുള്ളിലേക്ക് വരും മുമ്പ് അതിമനോഹരമായ ഈ സുവിശേഷത്തിൻ്റെ ഒരാമുഖ ദർശനം വളരെ ഫലപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്ര രചനകളെയാണ് വാസ്തവത്തിൽ നമ്മൾ 4 സുവിശേഷങ്ങൾ എന്ന നിലയിൽ പറയുക. പക്ഷേ അവ 4 യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ ജീവചരിത്രമല്ല. യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണമായ ഒരു ജീവചരിത്രം ചമയ്ക്കുക ആ കൃതിയുടെ ബാഹുല്യ നിമിത്തം പ്രായോഗികമല്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്. യേശു ചെയ്ത മറ്റു പലതുമുണ്ട്, അവ രേഖപ്പെടുത്തുക അത്ര പ്രായോഗികമല്ല. ആ കൃതികൾ ഈ ഭൂമണ്ഡലത്തോളം നിറയത്തക്ക വിധം അവിടുത്തെ പ്രവൃത്തികൾ വലുതാണ്. അപ്പോൾ പിന്നെന്താണ് 4 സുവിശേഷം? 4 സുവിശേഷങ്ങൾക്കും 4 തരം ലക്ഷ്യങ്ങളുണ്ട്. മത്തായി തൻ്റെ തൂലിക ചലിപ്പിക്കുന്നത് യേശുക്രിസ്തു പഴയ നിയമ പുസ്തകങ്ങളായ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള കൃതികളിൽ ഭംഗ്യന്തരേണ സൂചിപ്പിച്ചിട്ടുള്ള വസ്തുതകളുടെ നിറവേറലിൻ ഫലമായി ഇഹലോകത്തിൽ വന്ന രാജാതി രാജാവാണ് എന്നാണ് സുവിശേഷം വഴി സ്ഥാപിക്കുന്നത്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ മത്തായിയുടെ മാത്രം സുവിശേഷത്തിൽ മത്തായി ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, തിരുവെഴുത്തു നിവൃത്തിയാക്കുവാൻ സംഗതി വന്നു. ഈ പദപ്രയോഗം കുറഞ്ഞ പക്ഷം 37 ആവർത്തി അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൽ കാണാം. മത്തായിയാണ് യേശുക്രിസ്തുവിന് അബ്രഹാമിൽ തുടങ്ങി ദാവീദിലൂടെ വളർന്ന് യേശുക്രിസ്തുവിലെത്തുന്ന ഒരു വംശാവലി തയ്യാറാക്കുന്നത്. ആ വംശാവലി തയ്യാറാക്കുന്നത് അബ്രഹാമിൻ്റെ കുലത്തിൽ പിറന്ന ദാവീദ് ഒരു രാജാവാകൊണ്ട് ദാവീദിൻ കുലത്തിലെ 14ാം തലമുറക്കാരനായ യേശുക്രിസ്തുവും അങ്ങനെ ജനിതകപരമായി രാജകുലത്തിൽ ജനിച്ചു വളർന്ന ആളാണെന്നും ആ രാജ്യത്വം എന്നേക്കും നിലനിൽക്കും എന്നും വിശദീകരിച്ചുകൊണ്ട് തൻ്റെ പുസ്തകത്തിലുടനീളം രാജാവും രാജാവിൻ്റെ വിവാഹവും രാജാവ് സ്വത്തുക്കൾ വീതം വെച്ചു കൊടുക്കുന്നതും രാജാവ് നീതി നടപ്പിലാക്കുന്നതുമായ ഉപമകൾ കൊണ്ട് ഈ പുസ്തകം സമ്പന്നമാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മത്തായിയുടെ ലക്ഷ്യം ലോകരക്ഷിതാവായ യേശുക്രിസ്തു ഒരു രാജാവാണ് എന്ന് വിശദീകരിക്കാനാണെങ്കിൽ മാർക്കോസിലേക്ക് കടന്നാൽ ചിന്ത മറ്റൊന്നാണ്. മാർക്കോസ് താരതമ്യേന ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ്. ഏതാണ്ട് 120-ലധികം ആളുകൾക്ക് ഒരേ സമയം കൂടി വരാനും ഭക്ഷണം കഴിക്കാനുമൊക്കെ കഴിയത്തക്ക വിധം വലിയൊരു മാളിക മുറിയും അനുബന്ധ സൗകര്യങ്ങളുമൊക്കെയുള്ള യെരുസലേമിലെ ഒരു മനോഹര കുടുംബത്തിൽ, അത്യാവശ്യം വേണ്ട വിധത്തിലെ സാമ്പത്തിക പശ്ചാത്തലമുള്ള കുടുംബത്തിൽ, ജോലിക്കാരും കൂലിക്കാരുമായി നിരവധി ആളുകളുള്ള വീട്ടിൽ അദ്ദേഹം ജനിച്ചു വളർന്നെങ്കിലും താൻ ഏറെ ഇഷ്ടപ്പെട്ടത് യേശുക്രിസ്തു എന്ന മനുഷ്യനെ, ആ വ്യക്തിത്വത്തെ നമ്മുടെയെല്ലാം ശുശ്രൂഷകനായി, സേവകനായി, ദാസനായി അവതരിപ്പിക്കാനാണ്. യേശുക്രിസ്തുവിനെ ഒരാൾ രാജാതിരാജാവായി പ്രകീർത്തനം ചെയ്യുമ്പോൾ ഇതാ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ, ഈ മാർക്കോസ് എന്ന മനുഷ്യൻ യേശുക്രിസ്തു ഒരു ദാസനാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ദാസനും യജമാനനും തമ്മിലുള്ള ഉപമകളും ദാസൻ യജമാനനോട് വിശ്വസ്ത പുലർത്തേണ്ടുന്ന കാര്യങ്ങളെപ്പറ്റിയും ആ യജമാനൻ പണം വീതം വെച്ച് കൊടുക്കുന്ന കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ മാർക്കോസിന് യേശു ഒരു ദാസനാണ്, നമ്മുടെ പാദസേവ ചെയ്യാൻ വന്ന, ശുശ്രൂഷ ചെയ്യാൻ വന്ന, പ്രായച്ചിത്തമായി ബലിയർപ്പിക്കാൻ വന്ന
ഒരു ശുശ്രൂഷകനായി യേശുവിനെ കാണുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം വളരെ 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 ഭംഗി വിട്ടതാണ്. കാരണം ലൂക്കോസിൻ്റെ സുവിശേഷത്തിന് ഒരു ഗ്രീക്ക് പശ്ചാത്തലമുണ്ട്. നമ്മൾ പഠിക്കുന്ന ആരോഗ്യശാസ്ത്രത്തിൻ്റെ സ്ഥലം അതാണ്, മാത്തമാറ്റിക്സിൻ്റെ സ്ഥലം അതാണ്, തത്വചിന്തയുടെ സ്ഥലം അതാണ്, വിശ്വപ്രസിദ്ധങ്ങളായ നാടകങ്ങളുടെ സ്ഥലം അതാണ്. ഇലിയഡും ഒഡീസിയുമൊക്കെ രചിച്ച ഹോമറുടെ നാടാണത്. പയ്യാസ്കോയിഡും ടൂപ്പയ്യാറും പോലെയുള്ള ഗണിതശാസ്ത്ര ചിന്തകൾ കൊണ്ട് സമ്പന്നമാണ് ആ നാട് എന്ന് മനസ്സിലാക്കണം. കവിതകൾ കൊണ്ട്, ആലാപനം കൊണ്ട്, നാടകങ്ങൾ കൊണ്ടൊക്കെ ഏറെ ശ്രദ്ധേയമായ ആ നാട്ടിൽ ആളുകൾ കൂടുതൽ അന്വേഷിച്ചത് മനുഷ്യനെ പറ്റിയായിരുന്നു. മനുഷ്യനുള്ളതുകൊണ്ട്, പ്രകൃതിയുള്ളതുകൊണ്ട്, പ്രപഞ്ചമുള്ളതുകൊണ്ട് അതിൻ്റെ പിന്നിൽ കാരണഭൂതനായൊരു ഈശ്വരനുണ്ടോ എന്നും അവർ ആരാഞ്ഞുകൊണ്ടിരുന്നു. ഈശ്വരനുണ്ടോ എന്ന് ആരാഞ്ഞ ആളുകൾ മനുഷ്യനെപ്പറ്റി നടത്തിയ പഠനങ്ങളിൽ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനുണ്ടോ എന്ന അന്വേഷണം ഗ്രീക്ക് ചിന്തകനായ ഡയോജനസ് ക്രിസ്തുവിന് കാലങ്ങൾക്കപ്പുറത്ത് മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഡയോജനസ് എന്ന മനുഷ്യൻ സമ്പൂർണ്ണനായൊരു മനുഷ്യനെ തിരയുമ്പോൾ ഹെറാക്ലിറ്റസ് എന്ന മനുഷ്യൻ പ്രപഞ്ചത്തിന് ആദി കാരണമായ ഒരു വസ്തുതയിലേക്ക് തൻ്റെ ശ്രദ്ധ ചെലുത്തുന്നു. അതിനും ഉത്തരം പറഞ്ഞുകൊണ്ട് ലൂക്കോസ് എന്ന വ്യക്തി യേശുക്രിസ്തുവിനെ ഒരു സമ്പൂർണ്ണ മനുഷ്യനായി ചിത്രീകരിക്കുന്നു. നോക്കണം, ഒരാൾക്ക് യേശു രാജാതി രാജാവാണ്, മറ്റൊരാൾക്ക് നമ്മുടെ ഭാരങ്ങളെ സഹിക്കാൻ വന്ന സാക്ഷാൽ ദൈവത്തിൻ്റെ ദാസനാണ്, മറ്റൊരാൾക്ക് തികവുറ്റ മാനവികതയുടെ ഉജ്ജ്വലമായ പ്രതീകമാണ് കർത്താവായ യേശുക്രിസ്തു. ഇനിയും നാലാമത് വരുന്ന യോഹന്നാനാകട്ടെ ബാക്കി 3 കാര്യങ്ങളെയും ശരിവെച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളടക്കങ്ങളെ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് നമ്മെ വെളിപ്പെടുത്തി തരുന്നത് 4-ാം സുവിശേഷത്തിൽ വിരാജിക്കുന്ന ക്രിസ്തു രാജാതി രാജാവോ അല്ലെങ്കിൽ സമ്പൂർണ്ണ മനുഷ്യനോ സമ്പൂർണ്ണ ശുശ്രൂഷകനോ എന്നതിൻ്റെ അപ്പുറത്ത് പ്രപഞ്ച കാരണഭൂതനായ സർവേശ്വരനായ ആത്യന്തികനായ സാക്ഷാൽ ദൈവമായി 4-ാം സുവിശേഷകൻ ഈ സുവിശേഷത്തിലൂടെ യേശുവിനെ വിശദീകരിക്കുന്നു. ദൈവം ആണെന്ന് മാത്രമല്ല, യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ 2 ഭാവങ്ങൾ ഒരുപോലെ കൃത്യമായി ഈ സുവിശേഷത്തിൽ അന്തർലീന ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുവിശേഷം തുടങ്ങുന്നത് തന്നെ യേശുവിൻ്റെ സമ്പൂർണ്ണ ദൈവത്വത്തെ വിളംബരം ചെയ്തുകൊണ്ടാണ്. ഈ സുവിശേഷത്തിന് ഭംഗിയാർന്നൊരു പശ്ചാത്തലമുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ മാനവകുലത്തിൻ്റെ ആവിർഭാവത്തെപ്പറ്റി, പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തെപ്പറ്റി, ആകാശഭൂമികളുടെ നിർമ്മിതിയെപ്പറ്റി, ചരാചരങ്ങളുടെ നിർമ്മിതിയെപ്പറ്റി, ആദമ്യകുലത്തിൻ്റെ രൂപവൽക്കരണത്തെപ്പറ്റി, ആദ്യ മനുഷ്യൻ്റെ വിവാഹത്തെപ്പറ്റി, ആദ്യത്തെ കൊലപാതകത്തെപ്പറ്റി, തകർന്നടിഞ്ഞ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിനെപ്പറ്റി, അങ്ങനെ നാഗരികതയെപ്പറ്റി പലതും പറഞ്ഞ് വിശദീകരിക്കുമ്പോൾ മനുഷ്യന് ഉത്തരം പിന്നെയും കിട്ടാത്തൊരു ചോദ്യം ഉൽപ്പത്തിയിൽ അവശേഷിച്ചിരുന്നു. എന്താണ് ആ ചോദ്യമെന്നറിയണ്ടേ? ആദിമ എഴുത്തുകാരൻ പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി, നാഗരികതയെപ്പറ്റി, പൗരാണികതയെപ്പറ്റി, മാനവികതയെപ്പറ്റി സംസാരിച്ചു വരുന്ന വഴിക്ക് പറയുന്നുണ്ട്, ആദിയിൽ ദൈവം സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. നമ്മുടെ പരിഭാഷകൾ കിടക്കുന്ന ആകാശം എന്ന പദം വിടണം, പകരം ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ആദിയിൽ ദൈവം സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. മനോഹരമാണ് ആ പ്രഖ്യാപനം. കാരണം ഭൗതിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ചിന്തയനുസരിച്ച് ചില ഘടകങ്ങൾ സൃഷ്ടിക്ക് ഹേതുവായിട്ട് വേണം. സൃഷ്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഫിസിക്സിൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായ ചില ഘടകങ്ങളുണ്ടല്ലോ. അതിലൊന്ന് സമയമാണ്, മറ്റൊന്ന് ആ സമയത്തോടൊപ്പം സ്ഥലമാണ്. അപ്പോൾ ടൈം വേണം, സ്പേസ് വേണം, മാറ്റർ വേണം, എനർജി വേണം. ഇങ്ങനെയുള്ള ചില ഘടകങ്ങളാണ് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തെ ചലിപ്പിക്കുന്നതെങ്കിൽ ബൈബിളിൻ്റെ ഉൽപ്പത്തി ആരംഭിക്കുന്നത് ഈ ഘടകങ്ങളെ വിശദീകരിച്ചുകൊണ്ടാണ്. എന്താണെന്നറിയണ്ടേ? ആദിയിൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അവിടെ സമയം കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം നമുക്കത് മാറ്റിവെക്കാം. ആദിയിൽ ഒരു സമയത്തിൻ്റെ ക്രമം നോക്കണം. ഇന്ന് ഭൗതിക ശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നിരാകരിക്കാൻ കഴിയാത്ത ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് വിശദീകരിക്കാൻ പറ്റുന്ന ഒറ്റ അധ്യാത്മിക ഗ്രന്ഥം ഉലകത്തിലുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. ആ ബൈബിളിനെയും അതിൽ നിലകൊള്ളുന്ന കർത്താവായ യേശുക്രിസ്തുവിനെയും ആമുഖമായി ഉയർത്തി കാണിച്ചുകൊണ്ട് ആ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെ മുഴുവൻ പ്രകീർത്തിക്കുവാൻ ഞങ്ങൾ ലഭ്യമായ സമയം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അറിയുന്ന, ഞങ്ങൾ അനുഭവിക്കുന്ന സുവിശേഷത്തിൻ്റെ ആത്യന്തിക സത്യയുടെ വിളംബരം ഇങ്ങനെ ഘോഷിക്കട്ടെ. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്.
5 ഭൂഖണ്ഡങ്ങളിലും ഒരുപോലെ സ്ഥിരീകരിക്കപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ ആത്യന്തിക ജനയിതാവിന്റെ പുത്രനെ ഈ രാത്രി രക്ഷകനായി, വീണ്ടെടുപ്പിൻ കാരണഭൂതനായി, വിമോചകനായി ഒരിക്കൽ കൂടി അവതരിപ്പിച്ചുകൊണ്ട് പറയാം, രക്ഷ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ മാത്രം ആ രക്ഷ കരഗതമാക്കിയ ദൈവമക്കളെ എല്ലാം ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ രക്ഷ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന പകതിരിവിന്റെ സന്ദേശമാണ് ഉയരത്തിലും ഉയർന്നു നിൽക്കുന്നതെങ്കിൽ സ്വർഗാദി സ്വർഗത്തെയും പ്രകമ്പനം കൊള്ളിക്കുന്ന ആവേശഭരിതമാക്കുന്ന ആ രക്ഷാസന്ദേശം ഞങ്ങൾ ഇവിടെ ആവർത്തിക്കുമ്പോൾ മഹത്തരമായ സുവിശേഷ ഘോഷണം ഇടതടവില്ലാതെ ഇന്നും തുടരുന്നു എന്ന മഹനീയമായ യാഥാർത്ഥ്യമാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. അപ്പോൾ ആദിയിൽ ഒരു സമയം, 2 ആകാശങ്ങൾ അഥവാ സ്വർഗങ്ങൾ, നിങ്ങൾക്ക് സ്പേസ് അവിടെ കാണാൻ പറ്റും. അടുത്തത് മാറ്റർ അഥവാ പദാർത്ഥം, ഭൂമിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയും പറഞ്ഞിട്ട് മറ്റൊന്ന് പറയാതിരിക്കാൻ വയ്യ. സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എനർജിയുടെ അല്ലെങ്കിൽ ഊർജത്തിൻ്റെ ആ രൂപവൽക്കരണം, ഊർജം ഉണ്ടാകുകയല്ല, പിന്നെയോ അതിന് കാരണം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനക്ഷമത നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഊർജപ്രവാഹത്തിൻ്റെ ഉള്ളടക്കത്തെ നിരാകരിക്കലാണ് ആധുനികന്മാരായ നിരീശ്വരന്മാരുടെ പ്രശ്നമെങ്കിൽ ബൈബിൾ മാത്രം ആ ഊർജപ്രവാഹത്തിൻ്റെ ഉള്ളടക്കത്തെ ചൂണ്ടിക്കാണിച്ചു. ദൈവം, ഹല്ലേലൂയ, സകല പ്രവർത്തനത്തിനും കാരണഭൂതനായ ഊർജപ്രവാഹത്തിന്റെ ഉടമയായ പരമപ്രധാനിയായ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഉന്നതൻ, ഉയർന്നിരിക്കുന്നവനായ ശാശ്വതവാസിയായ മഹാദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ ആരംഭം. ഹല്ലേലൂയ. ഞാൻ ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോൾ അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ഡിബേറ്റിൽ പ്രധാനമായും ഉയർന്നു കേട്ടത് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ ഒരു കാരണഭൂതനില്ല എന്ന് പറയാൻ ശ്രമിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ നിരീശ്വരന്മാരെയാണ്. നിരീശ്വരന്മാർ പലപ്പോഴും ഒരു വലിയ അബദ്ധം നമ്മുടെ ഇടയിൽ പറയാറുണ്ട്. അവരുടെ വാക്കുകളുമൊക്കെ കേട്ടാൽ അവർ പറയും, ഈ ബൈബിളും ചിന്തയും ഒക്കെ വിട്ടിട്ട് ശാസ്ത്രത്തിലേക്ക് തിരിയണം. എന്തിനാണ് ബൈബിളും അനുബന്ധ കാര്യങ്ങളും വിട്ടിട്ട് ഞങ്ങൾ തിരിയുന്നത്? ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ വഴികളിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അതിന് ബൈബിൾ മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് നിങ്ങൾ നിരീശ്വരത്തെ മാറ്റിവെച്ചിട്ടാണ് ഈ ശാസ്ത്രത്തിൻ്റെ പിന്നാലെ വരേണ്ടതെന്ന് ഞാൻ പറയും. കാരണം ഇന്നുവരെ ഒരു ശാസ്ത്ര പ്രതിഭയ്ക്ക് കിട്ടാവുന്ന പരമാവധി പരിഗണന നോബൽ പ്രൈസാണെങ്കിൽ ഇന്ന് വരെ കിട്ടിയ നോബൽ പ്രൈസുകളുടെ കണക്കെടുത്താൽ അതിൽ 70% ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ പുരോഗതിക്ക് 70% നോബൽ പ്രൈസ് കരഗതമാക്കിയ ആളുകളൊക്കെ തന്നെ ഈ പുസ്തകത്തിൻ്റെ വക്താക്കളായിരുന്നു. ആ വലിയ സത്യമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുസ്തകം വായിച്ചവരോ പ്രചരിപ്പിച്ചവരോ ആയ ആയിരക്കണക്കിന് ആളുകളാണ് ആ നോബൽ പ്രൈസ് അധികം കരഗതമാക്കിയത്. നിങ്ങൾക്കറിയില്ലേ, മൈക്കൽ ഫാരഡെ, നാം ഈ വൈദ്യുതി കാണുമ്പോൾ അതിന് കാരണഭൂതനായ വൈദ്യുതിയുടെ പിതാവേ, ഇനിയും ഗ്രിഗർ മെൻഡൽ എന്ന് കേട്ടിട്ടില്ലേ? നാം അറിയുന്ന ഐസക് ന്യൂട്ടനില്ലേ? നാം അറിയുന്ന ആൽബർട്ട് ഐൻസ്റ്റീനില്ലേ? നാം അറിയുന്ന ജോണാസ് കെപ്ലറില്ലേ? അങ്ങനെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരുടെ കുലം പരിശോധിച്ചാൽ, അവരുടെ തറവാട് പരിശോധിച്ചാൽ, അവരുടെ ആധ്യാത്മിക ചിന്ത പരിശോധിച്ചാൽ ബൈബിളിൻ്റെ പഴയ നിയമമോ പുതിയ നിയമമോ ഏതെങ്കിലും വിധത്തിൽ ആധ്യാത്മികതയുടെ ഭാഗമാക്കി ചിന്തിക്കാത്ത ആളുകളായിരുന്നില്ല അവർ ഗ്രഹിച്ച, അവർ മനസ്സിലാക്കിയ ആ ദൈവത്തെയാണ് ഈ രാത്രി ഞങ്ങളും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പരിതാപകരമായ ഒരു കാര്യം പറയട്ടെ, ദൈവത്തെ നിരാകരിക്കുന്ന, ദൈവികമായ പ്രപഞ്ച നിയമങ്ങളെയൊക്കെ നിരാകരിക്കാൻ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യുക്തിവാദി സുഹൃത്തുക്കൾ ഒരു കാര്യം പറയണം. ഇന്ന് ലോകമാർജിച്ച മേന്മയ്ക്കും ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്കും പിന്നിൽ അധ്വാനിച്ച നിങ്ങളുടെ ആളുകൾ ഒരു കണക്ക് പറയാമോ? ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ശാസ്ത്രരംഗത്ത് നിങ്ങൾ കൊടുത്ത സംഭാവന, ശാസ്ത്രരംഗത്തല്ല, ആകെ കിട്ടിയ യുക്തിവാദികളുടെ നോബൽ പ്രൈസിൻ്റെ കണക്കെടുത്താൽ അതേതാണ്ട് 9% താഴെയാണ്. 9% താഴെ നോക്കണം. 9% കിട്ടിയത് തന്നെ എന്തിനാണെന്നറിയണ്ടേ? നോവൽ എഴുതിയതിന്, കഥ എഴുതിയതിന്, കവിത എഴുതിയതിനൊക്കെയാ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസൊക്കെ കിട്ടിയവരുണ്ട്. എന്നാൽ ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയ നിരീശ്വരന്മാരുടെ അംഗസംഖ്യ ദാരിദ്ര്യരേഖയ്ക്ക് വളരെ വളരെ താഴെയാണ്. അങ്ങനെ 9% കഷ്ടിച്ച് അവാർഡുമൊക്കെ വാങ്ങിയ, പരിഗണന വാങ്ങിയ നിരീശ്വരന്മാർ 70%-ഓളം ആ നൊബേൽ പ്രൈസ് വാങ്ങിയ യേശുവിൻ്റെ അനുഗാമികളായ ഞങ്ങളെ ശാസ്ത്രം പഠിപ്പിക്കാൻ തൽക്കാലം വളർന്നിട്ടില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ ആ വിഷയം വിടുന്നു. അപ്പോൾ പക്ഷെ ഒരു ചോദ്യം ഉൽപ്പത്തി പുസ്തകം അവശേഷിപ്പിക്കുന്നുണ്ട്. എന്താണതെന്ന് അറിയണ്ടേ? ഇത് സൃഷ്ടിയുടെ ആരംഭമാണ്. ഹൗ ദിസ് വേൾഡ് എക്സിസ്റ്റ്, എങ്ങനെയാണ് ഈ ലോകമുണ്ടായത് എന്നൊന്ന് പറയുക. അപ്പോൾ അത് പറഞ്ഞു വരും വഴിക്ക് സ്വാഭാവികമായി ഒരു ചോദ്യം ഉരുത്തിരിയും. അല്ലയോ ഉൽപ്പത്തിയുടെ ഗ്രന്ഥകര, അങ്ങ് പറഞ്ഞു ആദിയിൽ ദൈവം സ്വർഗഭൂമികളെയൊക്കെ സൃഷ്ടിച്ചു, നല്ല കാര്യം. പക്ഷെ സംശയം അതല്ലെന്നേ,
ഒരു മനുഷ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടി ചോദിക്കുക, അതിനു മുമ്പ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ലോകം, ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഉത്തരം പറയാൻ കഴിയില്ല. നമുക്ക് മാത്രമല്ല, സയൻറ്റിസ്റ്റുകൾക്കും കഴിയില്ല. അതിനു മുമ്പ് ചില ഊഹങ്ങളൊക്കെ പറയാൻ പറ്റിയേക്കും. പക്ഷേ അങ്ങനെ വിടുന്ന ആളല്ല മോശ. അദ്ദേഹം മരിക്കും മുമ്പ് തന്നെ ഇതിനൊരു ഉത്തരം നമുക്ക് തന്നു. കാരണം മോശയുടെ അറിവുകൾ അങ്ങകലെ ഈജിപ്തിലെ ഒരു കലാശാലയിൽ നിന്ന് പഠിച്ചവയല്ല. അദ്ദേഹം അവിടെ പഠിച്ചിട്ടുണ്ട്, അറിവുകൾ ആർജിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിൽ പ്രതിഫലിക്കുന്ന അറിവൊക്കെ ഉയരത്തിലെ ചിന്തയാണ്. ഉയരത്തിലെ ചിന്ത അത് വെളിപ്പാടുകളുടെ പ്രചോദനത്താൽ രൂപപ്പെട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം അത് തീരും മുമ്പ് 90-ാം സങ്കീർത്തനത്തിൽ ഉൽപ്പത്തിക്ക് മുമ്പിലേക്കൊന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നു. ഉൽപ്പത്തിക്ക് വളരെ 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 അല്പം പുറകിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. അതാണ് ശരി. ഞാനത് നിങ്ങളെ ഒന്ന് വിശദീകരിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കി തരാം. ഈ ലോകത്തിൻ്റെ സൃഷ്ടി മുതൽ നമ്മൾ ഇങ്ങോട്ടൊരു പോയിൻ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഇങ്ങനൊരു വരയിട്ട് പോകുക, അങ്ങോട്ട് പോകുകയെന്ന് വിചാരിക്കുക. ലോകം തുടങ്ങുന്നു, അല്ലെങ്കിൽ ആദിയിൽ ആ യാത്ര ഇങ്ങോട്ട് തുടങ്ങി 6 ദിവസം കഴിയുന്നു, ശബത്താചരണം നടക്കുന്നു. അതുമൊക്കെ കഴിഞ്ഞ് മനുഷ്യകുലമുണ്ടാകുന്നു, ശബത്താചരണം നടക്കുന്നു. പിന്നെ ഇങ്ങോട്ട് നമുക്ക് നോഹയെ കാണാൻ സാധിക്കുന്നു, അബ്രഹാമിനെ കാണാൻ സാധിക്കുന്നു, ഇസഹാക്കിനെ കാണാൻ സാധിക്കുന്നു, ദാവീദിനെ കാണാൻ സാധിക്കുന്നു, യേശുക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഇന്ന് വരെയുള്ള മനുഷ്യചരിത്രം നമുക്കിങ്ങനൊരു വരയിട്ട് ഗ്രാഫ് അടയാളപ്പെടുത്തി നമ്മളിന്ന് ഈ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം വരെ എത്തിക്കാൻ പറ്റുമല്ലോ, സാധിക്കും. മുമ്പോട്ട് പ്രോഗ്രസീവായി ഇത് കൊണ്ടുപോയി പ്രധാന സംഭവങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താണെന്നറിയണ്ടേ? അപ്പോഴും ഒരു ചോദ്യം കിടക്കുന്നു, ഇതിൻ്റെ പിന്നിലെന്താ? ഇങ്ങനെ ചോദിക്കുന്ന കുട്ടിയുടെ ആകാംക്ഷയെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയും, അതൊക്കെ അങ്ങ് വിട്ടേക്ക്, അതിനു മുമ്പ് ശൂന്യതയായിരുന്നു. ആ ശൂന്യതയുടെ റീസൺ എന്താ? അതിനൊക്കെ കാരണം പറഞ്ഞേ പറ്റൂ. അപ്പോൾ കുട്ടിയുടെ ആകാംക്ഷ തല്ലിക്കെടുത്തിക്കൊണ്ടല്ല അത് തുടങ്ങുന്നത്. വാസ്തവത്തിൽ ബൈബിളിൻ്റെ ലോകക്രമം മുമ്പേ ഇട്ടതുപോലൊരു വരയല്ല. അതുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസം. ബൈബിളിൻ്റെ ലോകക്രമം ഇങ്ങനെ നേരെ ഒരു വരയിട്ട് പോകുന്ന പ്രക്രിയയല്ല. പകരം നിങ്ങൾ ആ സ്ഥാനത്ത് ഒരു വൃത്തം വരയ്ക്കുക. ഒരു വൃത്തം. ഈ വൃത്തത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആദിയിൽ തുടങ്ങാം. നിങ്ങളെവിടെ കുത്തുന്നോ അവിടെയാണ് ഉൽപ്പത്തി. മനസ്സിലായല്ലോ? ഇനി നമ്മൾ തുടങ്ങാം. ഇങ്ങനെ അങ്ങോട്ട് പോയി നമ്മളെവിടെ വരും? നേരെ പിന്നിൽ വരും. അതിനാണ് നമ്മൾ നിത്യത എന്ന് പറയുന്നത്. ആ റൗണ്ടിന് ഒരു സവിശേഷതയുണ്ട്. ഞാനല്ല ഈ റൗണ്ട് വരച്ചതേ, നമ്മുടെ കർത്താവ് തന്നെയാണ്. ഇത് സംശയമുണ്ടല്ലേ? കർത്താവ് ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട്. ഉണ്ടെന്നേ പറഞ്ഞു തരാം. ആ റൗണ്ടിലേക്കൊരു ചെറിയ ശ്രമം നടത്തിയാളാ മോശ. ഉൽപ്പത്തി വിശദീകരിച്ച മോശ പറയുകയാണ്, കർത്താവേ, അങ്ങ് തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും ഉൽപ്പത്തി 1:1 പർവ്വതങ്ങളുണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിക്കും മുമ്പ് അങ്ങ് അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. ഉൽപ്പത്തിക്ക് പുറകോട്ടിറങ്ങി. തൃപ്തി പോരാ, കർത്താവ് പൂരിപ്പിച്ചു. എങ്ങനെയാണെന്നറിയണ്ടേ? ക്രൂശീകരണത്തിൻ്റെ കുറേ നാൾക്ക് മുമ്പ്, നേരത്തിന് മുമ്പ് യോഹന്നാൻ 17-ാം അധ്യായം 4 മുതൽ അങ്ങോട്ട് പറയുക, സ്വർഗസ്ഥ പിതാവേ, ലോകാരംഭത്തിനു മുമ്പ് നിൻ്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് നീ എന്നെ ചേർത്ത് കൊള്ളണം. യേശു അങ്ങോട്ടാണ് പോയത്? ഇങ്ങനെ മുമ്പോട്ടല്ല. ലോകാരംഭത്തിനു മുമ്പ്, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് പുത്രൻ പിതാവിനോടൊപ്പം എവിടെയായിരുന്നു? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഇങ്ങോട്ട് വന്നു. അതിനു മുമ്പേ ആ സമത്വത്തിൽ പിതാവിനോടൊപ്പമായിരുന്നെങ്കിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ചെന്ന് പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്താണ് ജീവിക്കുന്നത്. അപ്പോൾ എടുക്കപ്പെടുമ്പോൾ നമ്മളും അവനോടുകൂടെ അവിടെ ചെല്ലുന്നു. ഇവിടെ വൃത്തം പൂർത്തീകരിച്ച് കണ്ടോ? ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം. സന്തോഷമായോ? കാര്യം മനസ്സിലായോ? ഇതേ യോഹന്നാൻ പൂരിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഉൽപ്പത്തിക്ക് പുറകിലേക്കും 90-ാം സംഘത്തിൻ്റെ പുറകിലേക്കും യോഹന്നാൻ ഇറങ്ങിയിട്ട് പറയാ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നിട്ടൊന്നുകൂടി പറഞ്ഞു, ആ വചനം ജഡം ധരിച്ച് നമുക്കിടയിൽ പാർത്തു.
ഞാനിനി അതൊന്ന് വിശദീകരിക്കാം. സന്തോഷമല്ലേ? കേൾക്കുന്നുണ്ടോ? ആ, സ്തോത്രം. വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. ഇനി പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാത്തവർക്കൊന്നും മനസ്സിലാവില്ല എന്ന കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം. ശ്രദ്ധിച്ച അനായാസനം മനസ്സിലാക്കുന്ന സിമ്പിളായ കാര്യങ്ങൾ പറയാം. 1947 ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്ത് ഒരു സംഭവമുണ്ടായി. 1947 മറക്കില്ലല്ലോ, സ്വാതന്ത്ര്യലബ്ധി നമുക്ക് കിട്ടിയ വർഷം. യോർദാൻ വന്ന് പതിച്ചു രൂപപ്പെടുന്ന ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരം. ആ സ്ഥലത്തിന് ചാവുകടലിൻ്റെ 2 അതിരുകൾക്ക് പറയുന്ന പേരാണ് ഏൻ ഗദി, അടുത്ത അതിരിന് പറയും ഏൻ എഗ്ലയീം. ഇത് നമ്മൾ എസക്കിയൽ പ്രവചനത്തിൽ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ തീരത്ത് ഏൻ ഗദി മുതൽ ഏൻ എഗ്ലയീം വരെ നിന്ന് മീൻ പിടിക്കാർ വല വീശും. അപ്പോൾ ഏൻ ഗദിക്കും ഏൻ എഗ്ലയീമിനും ഇടയിൽ ധാരാളം പ്രകൃതിദത്തമായ ഗുഹകൾ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമുണ്ടായിരുന്നു. നല്ല തണുപ്പാണ് അവിടെ. ഈ ഗുഹകൾ നിലനിന്നിരുന്ന സ്ഥലത്തിന് ഒരു പേർ പറയുമായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് കുംറാൻ എന്നായിരുന്നു. കുംറാൻ. ഈ കുംറാൻ ഭൂപ്രദേശത്തെ മൊത്തത്തിൽ വിളിച്ച പേര് കിർബത്ത് കുംറാൻ അല്ലെങ്കിൽ വാടി കുംറാൻ എന്നൊക്കെയായിരുന്നു. ഇതുവഴി 1947 ഒരാട്ടിടയ ബാലൻ ആടുകളെ മേയിച്ചു പോവുകയാണ്. അയാളുടെ പേര് മുഹമ്മദ് അൽ ദിബ് എന്നായിരുന്നു. മുഹമ്മദ് അൽ ദിബ് എന്ന് പ്രാകൃതനായ ഒരു ആട്ടിടയ ബാലൻ, ഒരു ബെഡൂവിയൻ ഗോത്രക്കാരൻ, നമ്മൾ കാട്ടറബി എന്നൊക്കെ വിളിക്കുന്നൊരു പയ്യൻ ആടിനെ തെറ്റിപ്പോവാണ്. അവൻ്റെ ഒരു ആടിനെ കാണാതെ പോയി. ആടിനെ കാണാതെ പോയപ്പോൾ ഈ പയ്യൻ ഈ ഗുഹകൾക്കകത്തെവിടെയോ ആട് പെട്ടിരിക്കാം എന്നോർത്തൊരു കല്ലെടുത്തെറിഞ്ഞു. ആ കല്ല് ചെന്ന് കൊണ്ട നാദം ഒരു മണിനാദം പോലെ അവന് തോന്നി. അൽദിബ് ഇവിടേക്ക് ഓടിക്കയറി ആകാംക്ഷ കൊണ്ട്. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഏതാണ്ടൊരു മനുഷ്യനോളം പൊക്കമുള്ള ഒരു കളിമൺ ഭരണി. ആ ഭരണിയിലാണ് കല്ലുകൊണ്ടത്. കട്ടിയുള്ള കളിമൺ ഭരണി ആയതുകൊണ്ട് പൊട്ടിയില്ല. അതിന് അവൻ ആകാംക്ഷ കൂടിയിട്ട് ഇതിൻ്റെ മേൽമൂടി എടുത്തു മാറ്റി ചെരിച്ച് അതിനകത്തേക്ക് നോക്കുമ്പോൾ അതിനുള്ളിൽ ചുരുട്ടി വച്ചിരിക്കുന്ന കുറേ ചുരുളുകൾ കണ്ടു. മൃഗത്തിൻ്റെ തോലുകളാണ്. ഈ ചുരുളുകൾ വലിച്ച് അയാൾ പുറത്തേക്കിട്ടു. എന്തൊക്കെയോ അതിലെഴുതിയിരിക്കുന്നു. വായിക്കാനറിയില്ല. അയാളൊട്ടും വിട്ടില്ല. ഇത് വാരി വലിച്ചു കൊണ്ടുവന്നു. സിറിയയിലെ ഒരു തുകൽ വ്യാപാരിക്ക് അത് വിറ്റു. തുകൽ വ്യാപാരി അത് വെട്ടിമുറിച്ച് ബാഗ് തുന്നാൻ ശ്രമിക്കുമ്പോൾ അവിചാരിതമായി അവിടെ സിറിയൻ ആർച്ച് ബിഷപ്പ്, ഓർത്തഡോക്സ് സഭയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോഷുവ സാമുവൽ എത്തുന്നു. അദ്ദേഹം ഈ തുകൽ ചുരുൾ കണ്ട് അമ്പരന്നിട്ട് ആ തുകൽ വ്യാപാരിയോട് ചോദിച്ചു, താങ്കൾക്കിത് എവിടെ നിന്ന് കിട്ടി? ഇതിൻ്റെ വില എന്ത് വേണം? അതെങ്കിൽ ചോദിച്ച വില കൊടുത്ത് അദ്ദേഹം അത് വാങ്ങി. എന്തായിരുന്നു എന്ന് കേൾക്കണ്ടേ? ബൈബിളിലെ യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനത്തിൻ്റെ ഒരു കൈയെഴുത്തു പ്രതി. യെശയ്യാവ് നേരിട്ട് എഴുതിയതല്ല. യെശയ്യാവിൻ്റെ പ്രവചനത്തെ ആസ്പദമാക്കി രൂപപ്പെട്ട 2-ാം നൂറ്റാണ്ടിലെ ഒരു തുകൽ ചുരുളാണ് ആ കണ്ടത്. അന്നങ്ങനെയാണ്. ഈ മൃഗത്തിൻ്റെ തോലിലാണ് ഈ ബൈബിളിലെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്നത്. ആടിൻ്റെയോ അധികം പ്രായമില്ലാത്ത കാളയുടെയോ തോലിലാണ്. ഇതൊരാൾ ഞാൻ ക്ലാസ് എടുക്കുന്ന കേട്ടിട്ട് ചോദിച്ചു, അത് കൊള്ളാമല്ലോ, ഈ ആടിൻ്റെയും കാളയുടെയൊക്കെ ദേഹത്തെ എഴുതിയിട്ട് ഇതിനെ തിന്നാൻ വിടുമോന്ന്. എനിക്ക് അന്നേരം തോന്നിയത്, ഒരാടിനെ വിളിച്ചുകൊണ്ട് വരുന്നു, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ട് പറയുന്നു, പോയി വെള്ളം കുടിച്ചിട്ടു അതിനെ വിടുന്നു.
അപ്പം 2-ാം അധ്യായത്തിന് വേണ്ടി അടുത്ത ആട് വരുന്നു. അപ്പോൾ നമ്മൾ വായിക്കണേ, ഒരാടിനെ കൂട്ടിന്ന് കൊണ്ടുവന്നിട്ട് മത്തായി വായിച്ചു വിടുന്നു. അങ്ങനെയല്ല. ഇതിൻ്റെ തോല് ശാസ്ത്രീയമായി സംസ്കരിച്ച് നമ്മുടെ ഈ തബലക്കൊക്കെ എടുക്കുന്ന പോലെ അതിലാണ് എഴുതുന്നത്. ഇതിന് പാർച്ച്മെൻറ്റ്സ് എന്നാണ് പറയുക. ഈ പാർച്ച്മെൻറ്റ്സിൽ ഇങ്ങനെ എഴുതണമെങ്കിൽ, ബൈബിളിൻ്റെ പ്രതി എടുക്കണമെങ്കിൽ എല്ലാവർക്കും അധികാരമില്ല. അതെഴുതാൻ അധികാരമുള്ളവൻ്റെ പേരാണ് ശാസ്ത്രി. ഈ ശാസ്ത്രി ലൈസൻസ്ഡ് എഴുത്തുകാരനാണ്. ഒരു ശാസ്ത്രി ബൈബിളിൻ്റെ കോപ്പി എഴുതുമ്പോൾ 17 നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഞാനവയെല്ലാം പറയുന്നില്ലെങ്കിലും എൻ്റെ ഗൗരവം പരിഗണിച്ച് 1-2 പറയാം. ഒരേ വലിപ്പമുള്ള തുകൽ ചുരുളെ എടുക്കാവൂ. എഴുതുന്ന വേളയിൽ പ്രത്യേകം തയ്യാറാക്കിയ കറുത്ത മഷിക്ക് വേണം എഴുതാൻ. തൂലിക അതിൽ മുക്കി. അടുത്ത നിബന്ധന, ഒരു വരിയിൽ ഇങ്ങനെ തിരച്ചീനമായി 13 അക്ഷരങ്ങളെ എഴുതാവൂ. താഴേക്ക് 30 അക്ഷരങ്ങളിൽ അധികം വരാൻ പാടില്ല. 2 അക്ഷരങ്ങൾ തമ്മിൽ ഒരു തലനാരിഴയുടെയെങ്കിലും അകലമുണ്ടായിരിക്കണം. അടുത്ത നിയമം, ഇതെഴുതുന്ന വേളയിൽ ദൈവത്തിൻ്റെ പേരെഴുതിയ ആ തൂലിക ഒടിച്ചു കളയണം. അതുകൊണ്ട് മറ്റൊന്നും എഴുതിക്കൂടാ. ഇനി അടുത്തൊന്നുണ്ട്. എഴുതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അവിടേക്ക് രാജാവ് കയറി വന്നാൽ പോലും അഭിവാദ്യം സ്വീകരിക്കുകയോ അഭിവാദ്യം മടക്കുകയോ ചെയ്യരുത്. താങ്കൾ ചെയ്യുന്നത് മഹാരാജാവിൻ്റെ ജോലിയാകയാൽ മൈൻഡ് ചെയ്യാനേ പാടില്ല. ഇനി ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ അതിൽ തിരിച്ച് ഒരു ഗുണനചിഹ്നമിട്ട് വെട്ടി മാറ്റി വെച്ച് ആലയത്തിൻ്റെ പിന്നിലുള്ള ഗനീസ എന്നറിയപ്പെടുന്ന അൽമാരയിലിടണം. അൽമാര നിറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തു കൊണ്ടുവന്ന് തീയിട്ട് ചുട്ടുകളയുകയോ അതിലെ ചാരം പോലും പുറത്തു വരാതെ അക്ഷരം തെളിഞ്ഞു നിൽക്കാതെ നശിപ്പിച്ചു കളയണം. ഒരു കാരണവശാലും അയോഗ്യമായ കൃതികൾ പ്രചരിച്ചുകൂടാ. ഇങ്ങനൊക്കെ കിട്ടിയ ഒരു കിതാബും കൊണ്ടാണ് നമ്മളിന്ന് രാത്രിയിലൂടെ വന്നിരിക്കുന്നത്. അന്നേരം ചില പുള്ളികൾ പറയും ഇതിനകത്ത് തെറ്റുണ്ട്, ഇത് തിരുത്തിയിട്ടുണ്ട്, ഇതിനകത്ത് ഏതാണ്ട് കുഴപ്പമുണ്ട്. പറഞ്ഞ പുള്ളികളോടൊരു കാര്യം പറയാം. 7 തലമുറയിലെ മുത്തച്ഛൻ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നാലും ആ തെളിവൊന്നും കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മനസ്സിലായില്ലേ? ഇത് യഹോവയുടെ വചനം. ഹല്ലേലൂയ. നിലത്തുലയിൽ ഉരുക്കി 7 തവണ ശോധന ചെയ്ത് പുറത്തു വന്ന ഈ പവിത്ര ഗ്രന്ഥമാണ് ലോകത്തേറ്റവും അധികം വായനക്കാരുള്ളത്. ഏതായാലും അൽദിബിലേക്കൊന്ന് വരണം. അയാൾ വിറ്റ ഈ തുകൽ ചുരുള് കോടിക്കണക്കിന് പണം മുടക്കിയാണ് ബ്രിട്ടീഷ് ലൈബ്രറി, ബ്രിട്ടീഷ് മ്യൂസിയം വിലയ്ക്ക് വാങ്ങി ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. പോകട്ടെ. പിന്നെ ഇവിടെ ഈ സാമൂലും കൂട്ടരും വന്ന് വലിയൊരു ഉത്ഖനന പഠനമാണ് നടത്തിയത്. 10-14 ഗുഹകൾ, അതിനകത്ത് നിരവധി ഭരണികൾ, അതിനകത്ത് നിരവധി ഗ്രന്ഥച്ചുരുളുകൾ. ഒറ്റ വാക്കിൽ ഉപസംഹരിക്കാം ആ ഭാഗം. വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ 39ാമത് കൃതിയായ മലാക്കി വരെയുള്ള പഴയ നിയമ പുസ്തകങ്ങളിൽ എസ്തേർ ഒഴികെയുള്ള 38 പുസ്തകങ്ങളുടെയും പ്രതികൾ അവർ കണ്ടെടുത്തു ഇതിൽ നിന്ന്. കൂടാതെ പാട്ടുപുസ്തകങ്ങൾ, പ്രാർത്ഥന പുസ്തകങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ ഒക്കെ സംക്ഷേപിച്ചിരിക്കുന്ന ദർശന കൃതികൾ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇവർക്കൊരാകാംക്ഷ, മനുഷ്യർ സാധാരണ വാസം ചെയ്യാത്ത ഈ സ്ഥലത്ത് ഇതെങ്ങനെ വന്നു? അത്യധികം ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള യോർദാൻ്റെ വൻകാട്ടിലെ ഈ മണൽക്കാട്ടിലെ ഗുഹയ്ക്കുള്ളിൽ ഇതെങ്ങനെ വന്നു? പരിസരം പരതിയപ്പോഴാണ് കണ്ടത് ഇവിടെ ഒരു പറ്റം മനുഷ്യർ പാർത്തിരുന്നു. അവരുടെ വീടുകളുടെ അവശിഷ്ടം, അവരുടെ ജീവിതചര്യയെക്കുറിച്ചൊക്കെ ഉള്ള തെളിവുകൾ, അവർ നടത്തിയ കത്തിടപാടുകൾ, ഇതൊക്കെ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു പറ്റം ആത്മീയർ വന്ന് വേറിട്ട് പാർത്ത സ്ഥലമാണ്. വേറൊന്നുകൊണ്ടുമല്ല, യെരുസലേമിലെ യഹൂദന്മാരുടെ തെറ്റായ ജീവിതചര്യകളോട് കലഹിച്ച് ഞങ്ങളിനി ആലയത്തിൻ്റെ പരിസരത്തും യെരുസലേമിൻ്റെ തിരക്കിലും ജീവിച്ചാൽ നിത്യത നഷ്ടപ്പെടും. അതുകൊണ്ട് പാപികളായി തെരുവീഥിയിൽ കേവലം മതവിശ്വാസികളായി തീരാതെ പള്ളിയിൽ യാത്രയുണ്ട്, ആരാധനയിൽ കൃത്യം പങ്കെടുക്കുന്നുണ്ട്, യാഗാദികർമ്മങ്ങളും വഴിപാടുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമില്ലാത്ത ഒരു ജീവിതചര്യയിലൂടെ പോകാൻ വയ്യ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കും
ഏകാഗ്രതയ്ക്കും ഏകാന്തതയ്ക്കും വേണ്ടി കാട് കയറി ജീവിച്ച ഒരു പറ്റം സാധുക്കളായ മനുഷ്യർ അവർ മറ്റൊന്നുകൂടി ചെയ്തു. നമ്മളാരും കൊടുത്ത ഭക്ഷണം കഴിക്കില്ല. അസ്പർശ്യത കൊണ്ടല്ല, കാരണം അത് വേണം യഥാർത്ഥത്തിൽ ചെയ്യാൻ. നമ്മളോടൊക്കെ പിണങ്ങി പോകുന്നവർ പിന്നെ നമ്മളിങ്ങനെ കറങ്ങി നമ്മുടെ അടുത്ത് പണം ചോദിച്ച് നിൽക്കരുത്. പണം വാങ്ങിയില്ല, നമ്മളുടെ ഭക്ഷണം വാങ്ങിയില്ല, നമ്മൾ കൊടുത്ത വസ്ത്രം വാങ്ങിയില്ല, നമ്മളോടൊരു കടപ്പാടില്ലാതെ തികച്ചും പ്രകൃതിയോട് അനുരൂപപ്പെട്ട് അവിടെ ജീവിച്ച ഒരു പറ്റം വിശുദ്ധ മനുഷ്യരായിരുന്നവർ. അപ്പോൾ ഇവരെ കുറിച്ച് പഠിച്ച ബൈബിൾ പഠിതാക്കൾ ഇവർക്കൊരു പേരിട്ടു. ആ പേരാണ് കുമ്രാൻ സമൂഹം. കുമ്രാൻ ജീവിച്ചവർ എന്ന അർത്ഥത്തിലേ. അപ്പോൾ എന്നിട്ടും ഒരു പിടി കിട്ടാതെ ജോഷുവ സമൂഹം കൂട്ടരിൽ നിൽക്കുമ്പോൾ അവർക്കിടയിലൊരു ചർച്ച വന്നു. ഒരു ഗവേഷകൻ പറഞ്ഞു, സർ, ഞാനിങ്ങനെ ഒരാളെ ബൈബിളിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിനകത്ത് കുറേ വസ്തുതയുടെ വെളിച്ചം വീശുന്നുണ്ട്. പറയൂ. സർ, സ്നാപക യോഹന്നാനെ കുറിച്ച് നമുക്കറിയാമല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും നിലയങ്കി ധരിക്കുന്ന കാലത്തെ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചുകൊണ്ട് വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞൊരു മനുഷ്യനെ ഓർക്കുമോ? ശരിയാണല്ലോ. യെരുശലേമിൽ അതിൻ്റെ തിരക്കിൽ ഒരു പുരോഹിതൻ്റെ മകനായി ജീവിതം ആരംഭിച്ചവൻ യോർദാൻ്റെ വൻകാട്ടിൽ വെട്ടുക്കിളിയും കാട്ടുതീനും കൊണ്ടുള്ള ആഹാരം കഴിച്ച് അരയിൽ തോൽവാറും ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും ധരിച്ച് ഞാനും നിങ്ങളും കൊടുത്ത വസ്ത്രം വാങ്ങാതെ, ഞാനും നിങ്ങളും കൊടുത്ത പണം വാങ്ങാതെ, കടപ്പാടില്ലാതെ പ്രസംഗം തുടങ്ങുമ്പോഴേ നമ്മെ നോക്കി വിളിച്ചു, സർപ്പസന്തതികളെ. ആരും അദ്ദേഹത്തെ തല്ലിയില്ല, കല്ലെറിഞ്ഞില്ല. കാരണം അത്ര ചൈതന്യവും തേജസ്സുമായിരുന്നു ആ മുഖത്ത്. ജനം അവനെ പ്രവാചകൻ എന്ന് വാഴ്ത്തി. തങ്ങളുടെ കുട്ടികളെ പ്രാർത്ഥിച്ച് ആശീർവദിക്കാൻ ഇവിടേക്ക് ആളുകൾ കൊണ്ടുവരും. ഈ വരും വഴിക്ക് അദ്ദേഹം തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. തങ്ങൾ ചെയ്തു പോയ തെറ്റുകളുടെ പ്രായശ്ചിത്തത്തിനായി കരഞ്ഞു നിലവിളിക്കുന്നവരെ യോർദാനിൽ സ്നാനം കൊടുത്ത് കരയ്ക്ക് കയറ്റിവിടും. ശുദ്ധീകരണത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ പ്രതീകമായി കരയ്ക്ക് കയറ്റിവിടും. ആളുകൾക്ക് യോഹന്നാന് വലിയ മതിപ്പാണ്. ഓരോ ദിവസം കഴിയും തോറും യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ, യോഹന്നാന്റെ അരികിൽ പ്രാർത്ഥിക്കാൻ ആളുകൾ ധാരാളം വന്നുകൂടുന്നു. ഇതറിഞ്ഞുകൊണ്ടേ ശാസ്ത്രിമാരും പരീശന്മാരും ദേവാലയത്തിലെ പുരോഹിതന്മാരും ഒരുപറ്റ എൻക്വയറി ഓഫീസേഴ്സിനെ അവിടേക്ക് അയച്ചു, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ. അവർ വന്നിട്ട് ചോദിക്കുക, നീ ആരാ? ഒന്ന് തുറന്നു പറയൂ. നീ മശികയാണോ? നീ ഇരമ്യാവാണോ? നീ പ്രവാചകന്മാരുടെ ഒരുത്തനാണോ? ഓരോ ചോദ്യത്തിനും അല്ല 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 എന്ന് കൃത്യ ഉത്തരം പറഞ്ഞിട്ട് യോഹന്നാൻ പറയാ, പക്ഷേ ഞാൻ യാദൃച്ഛികമായി വെറുതെ ഒന്നും നിൽക്കുകയല്ല, വെറുതെ വന്നതുമല്ല, ഒരു ചരിത്ര നിയോഗം ഏറ്റെടുത്തിട്ട് വരിക. ഞാൻ ആരാണെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടേ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണ് ഞാൻ. എത്ര ആളുകൾ കേൾക്കുമെന്നോ എന്തെല്ലാം പ്രതികരണം ഉണ്ടാകുമെന്നോ ഒന്നും എൻ്റെ ബാധ്യതയല്ല. ഈ തിളച്ചുരുകുന്ന മരുഭൂമിയിലേക്ക് എന്നെ അയച്ചവൻ അവന്റെ വചനം ഇവിടെ നിക്ഷേപിക്കുകയാണ്. കാരണം അയച്ചവൻ അറിയാം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് മരുഭൂമിയിൽ പതിച്ചാൽ പോലും അത് ജീവസുറ്റ അനുഭവത്തോടെ അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ പ്രവൃത്തി നിർവഹിക്കും. ആ വലിയ ചിന്ത, ആ വലിയ ധാരണ പ്രവാചകൻ അങ്ങോട്ട് പങ്കിടുകയാണ്. പ്രവാചകൻ ആ വസ്തുത പറഞ്ഞിട്ടപ്പോൾ ഒന്നുകൂടി വിശദീകരിച്ചു. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, കുനിഞ്ഞവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ എന്നിലും ശക്തൻ, എന്നിലും ബലവാൻ. തേജോരൂപിയായ ചൈതന്യവത്തായ മുഖത്തോടു കൂടിയ സ്നാപകനെ കണ്ട മനുഷ്യരോർത്തു, ഇതിലും ശക്തൻ, ഇതിലും കരുത്തൻ എങ്ങനെയായിരിക്കും? അവൻ്റെ മുഖം കുറെ കൂടി തേജസ്സുള്ളതാകും. അവൻ ഒരു പാപിയോടും ഇടപഴകത്തില്ല. ഞാൻ കൊടുത്ത വസ്ത്രം ധരിക്കാൻ, ഞാൻ കൊടുത്ത ആഹാരം കഴിക്കാൻ, ഞാൻ കൊടുത്ത കൈനീട്ടം വാങ്ങാൻ മനസ്സില്ലാത്ത സ്നാപകനാണെങ്കിൽ അവൻ പ്രകീർത്തിക്കുന്ന തന്നിലും ബലവാനായ മശിഹാ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളുമ്പോൾ ഇതിലുമൊക്കെ വിശുദ്ധിയുടെ അങ്ങേത്തലക്കൽ വർജനമാചരിക്കുന്ന ഒരാളാകും.
ജനം ശ്രദ്ധയോടെ കാത്തിരിക്കുമ്പോൾ അമ്പരപ്പിക്കുന്നൊരു പ്രതികരണം. എന്താ അത്? കൊടുംപാവിയായ സക്കായിയുടെ വീട്ടിൽ നിന്ന് ചപ്പാത്തി കഴിച്ചിട്ട് മത്തായി എന്ന് പറയുന്ന മറ്റൊരു പാപിയുടെ തോളിൽ കൈയിട്ട് മഗ്ദലീന മറിയോട് ക്ഷേമം അന്വേഷിച്ച് കൊടും പാപികളുടെ കൂടെ കൂടി ഒരുവൻ ജനത്തിരക്കിൻ്റെ ഇടയിൽ നിന്ന് വരുന്നു. പിണക്കുണ്ടോ? അങ്ങനെ വന്നുകൊണ്ട് അവൻ അങ്ങനെ വന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. യോഗ്യതയല്ല നമ്മളിവിടെ ഇരുത്തിയത്. കുടുംബാവിയായിരുന്ന നമ്മുടെ ഇടയിൽ വന്ന് നമുക്കൊപ്പം ജീവിക്കാൻ അവിടുന്ന് കാട്ടിയ സൗമനസ്യത്തിൻ്റെയും താഴ്മയുടെയും പരിണിത ഫലമാ സുവിശേഷം ഏത് കൊടുംപാവിയെയും മാറോട് ചേർത്ത് പിടിക്കുന്ന മഹാസ്നേഹമായ ക്രിസ്തു അന്നാദ്യമായി ജനം ധരിച്ചു. ലോകം വിട്ടുഴന്ന് തപസനുഷ്ഠിക്കുന്ന താപസൻ്റെ കൂട്ട്, കാട് കയറുന്ന സ്നാപകൻ്റെ കൂട്ട്, വർജനമാചരിക്കുന്ന പരീശൻ്റെ കൂട്ട്, കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധിയല്ല, ഭക്തൻ്റെ വിശുദ്ധി. എൻ്റെയും നിങ്ങളുടെയും വിശുദ്ധി നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവ് തെളിയിച്ചതേ നമ്മളിൽ നിന്ന് ഓടിപ്പോയി എങ്ങനെ വിശുദ്ധി സൂക്ഷിക്കാമെന്നല്ല, നമ്മളോട് കൂടെ നടന്ന് നമ്മളെ എങ്ങനെ വിശുദ്ധരാക്കാം, ആ വലിയ പ്രക്രിയ അവിടുന്ന് ചെയ്തത്. ഈ യാത്രയിൽ ജെറുസലേമിൽ വരുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് നമ്മുടെ വായനയുടെ ആധാരം. അതെന്താ? ജെറുസലേമിൽ ആട്ടുവാതിൽക്കൽ 5 മണ്ഡപങ്ങളുള്ള ബെഥേസ്ത എന്നൊരു കുളം. ആ കുളത്തിൽ നാനാവ്യാധിക്കാർ അതിന് ചുറ്റും കിടപ്പുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊരു ദൂതൻ ഇറങ്ങി ഈ കുളമൊന്ന് കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ആളിന് സൗഖ്യം വരും. ഇതാണ് കാര്യം. പക്ഷെ പഴയ നിയമം മുഴുവൻ നമ്മൾ വായിച്ചിട്ട് ഇങ്ങനൊരു കുളമോ ഇങ്ങനൊരു അത്ഭുതമോ ഇങ്ങനൊരു ദൂതം കലക്കുന്നതോ ഒന്നും വായിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താ പ്രശ്നം? ഇത് ഇടയ്ക്ക് എവിടെയോ തുടങ്ങിയൊരു കലക്ക. മനസ്സിലായില്ലേ? ഏതോ ഒരു ടൈമിൽ ഉൽപ്പത്തി എഴുതുമ്പോഴോ മലാക്കി എഴുതുന്നിടം വരെ ദൂതനിങ്ങനെ കുളമുണ്ട്, അവിടെ ഇറങ്ങി കലക്കുകയോ ആളുകൾ ചാടി സൗഖ്യമാകുകയോ ചെയ്യുന്ന പതിവില്ല. ഇപ്പം പിന്നെന്താ വിഷയം? നിങ്ങളത് ആഴത്തിൽ വായിക്കണം. ഈ ദൂതൻ കലക്കുന്നതും ആളുകൾ സുഖപ്പെടുന്നതുമായ കാര്യം ദൈവപുരുഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു ബ്രാക്കറ്റിലാണ്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയണ്ടേ? അങ്ങനെ അവർ കരുതി വന്നു, അത് പറയാനാ. നമുക്ക് മനസ്സിലായില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, ഇതേ ഒരന്ധവിശ്വാസത്തിൻ്റെ കൂടാരമാണ് ഈ ബെഥേസ്ത. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ 100 കണക്കിന് ആളുകൾ വന്ന് കിടക്കുക. അവരിൽ ഓരോരുത്തൻ ഇങ്ങനെ ചാടുമ്പോൾ 38 വർഷമായിട്ടൊരു മനുഷ്യൻ കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു യുക്തി മനസ്സിലാവുന്നില്ല. സംഘാടകർ ഒരു ടോക്കൺ കൊടുത്താൽ നാളെ ക്രമം അനുസരിച്ച് ചാടാം, ഈസിയാണ് ഇവൻ്റെ കാര്യം പരിഹരിക്കാൻ. അവനെ പരിചയം വരുമല്ലോ. 38 വർഷം കണക്കനുസരിച്ച് അവനും യേശുവും തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. യേശുവിന് 33 വയസ്സാണെങ്കിൽ അവന് 38 വർഷമായിട്ട് ഈ സ്ഥലത്തുണ്ട്. അപ്പോൾ യേശു ജനിക്കുന്നതിൻ്റെ 5 കൊല്ലം മുമ്പ് ആശാൻ ഇവിടെ കിടക്കുകയാണ്. യെരുസലേമിൽ എത്ര മനുഷ്യർ വരുന്നു, എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇത് നേരാണെങ്കിൽ ഒരു ടോക്കൺ കൊടുത്താൽ മതി. അല്ല, ഇത് ഏത് ദൂതനായി കലക്കുന്നത്? തന്നെ ഈ ദൂതന് പോലും ഒരു മനസ്സിലുമില്ലേ. ഇനി അടുത്തൊരു പ്രശ്നമുണ്ട്. ആദ്യം ഇറങ്ങുന്നവനാണിത് കിട്ടുന്നത്. അപ്പോൾ 38 വർഷത്തിനിടയ്ക്ക് ഒരു 2-3 പേർ ഒന്നിച്ച് ചാടിയാൽ കിട്ടുമോ? അല്ലെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞ് കുട്ടികൾ ചാടുന്ന പോലെ ചാടിക്കഴിഞ്ഞാൽ എന്താകും സ്ഥിതി? ദൂതന് കൺഫ്യൂഷനാകും. അപ്പം ഇതെന്താണെന്ന് അറിയണ്ടേ? ഈ പദത്തിൻ്റെ അർത്ഥം ബെഥേസ്ത, ദയയുടെ ഭവനം എന്നാണ്. ഇതേ ഒരു തരം തീർത്ഥാടന കേന്ദ്രമാണ്. ആ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഒരു തരം വ്യവസായമാണ് ഇവിടെ കണ്ടത്. നടത്തുന്ന ഒരു പ്രചരണമാണ് കണ്ടത്.
ഇന്നും ലോകത്ത് ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ വഴിപാടിടങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ഇത്തരമൊരു പബ്ലിസിറ്റിയില്ല. അവർ പറയും അവിടെ ഭയങ്കര അനുഭവം നടക്കുന്നു, അവിടെ ഭയങ്കര മാറ്റം നടക്കുന്നു, അല്ലെങ്കിൽ ഇന്നടുത്തെ പ്രാർത്ഥനയ്ക്കാണ് സവിശേഷത കൂടുതൽ, അല്ലെങ്കിൽ ഇന്നടുത്ത് ധ്യാനമിരിക്കാൻ പോയാൽ അത് ക്രൈസ്തവവും അക്രൈസ്തവവുമായ ഒട്ടേറെ ഇത്തരം സ്ഥാപനങ്ങൾ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം പിടിച്ചു നിൽക്കുന്നതേ ഈ ടെസ്റ്റിമണിയിലൂടെയാണ്, അനുഭവത്തിലൂടെയാണ്. നിങ്ങൾ പറയുക അവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്, പോകുന്നവർക്കെല്ലാം സൗഖ്യമുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ആളിനോട് ചോദിക്കുക, ചേട്ടൻ അവിടെ ചെന്നിട്ട് വല്ല മാറ്റമുണ്ടോ? കാരണം പുള്ളിയും രോഗിയാ, മാറ്റമൊന്നുമില്ല. ഇദ്ദേഹത്തിനും ഒരു സാക്ഷ്യം എടുത്തു പറയാനില്ല. നിങ്ങൾക്ക് ഈ കുളത്തിൻ്റെ പരിസരം മനസ്സിലാകും. മലീമസമായി കിടക്കുക, അവിടെ വഴിപാട് സാമഗ്രികൾ വിറ്റഴിക്കുക, സന്നദ്ധ സംഘടനകൾ അവിടെ നിൽക്കുക, അവർ പലരുടെ കാര്യം കൈകാര്യം ചെയ്യുകയാണ്. അവിടെ വന്നു വീഴുന്ന പണത്തിന് കയ്യും കണക്കുമില്ല. എല്ലാ തരത്തിലും ഇതൊരു വ്യവസായശാല പോലെ ഇത് വർദ്ധിക്കുക. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയണ്ടേ? യേശു കർത്താവ് ഒരിക്കലെങ്കിലും ഈ കുളത്തെ അക്സെപ്റ്റ് ചെയ്ത് ഒരു വാക്കെങ്കിലും പറഞ്ഞോ? തൻ്റെ ദൂതനെ അവിടെ അയക്കുന്നത്, അതുകൊണ്ട് തൻ്റെ ദൂതൻ വന്ന് ഇനി ഞാൻ പറയുമ്പോൾ മാത്രം ഇത് കലക്കും, നീ ചാടിക്കൊള്ളണം, ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഇതൊന്നും പറയുന്നില്ല. ഈ ദൂതനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഈ കുളത്തെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഇതുവഴി സൗഖ്യമുണ്ട് എന്ന കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇത് മുഴുവൻ വിട്ടിട്ട് അവനോട് ബോധ്യപ്പെടുത്തി കൊടുക്കുക, നിൻ്റെ വഴി വേറെയാണ്, നിൻ്റെ സൗഖ്യത്തിൻ്റെ ഇടം വേറെയാണ്, നിന്നോടുള്ള എൻ്റെ സമീപനം വേറെയാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം, നീ വാ തുറന്നൊന്ന് പറയണം. ഇന്ന് വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 38 ആണ്ടുകളല്ല, എത്ര കാലം കഴിഞ്ഞാലും ആർക്കും പരിഹരിക്കാനാവാത്ത മാരകമായ ഇത്തരം പ്രതിസന്ധികളുടെ അടിത്തറ കണ്ടെത്തി, കാര്യകാരണങ്ങളെ കണ്ടെത്തി പരിഹരിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പുത്രൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ആ തിരിച്ചറിവിൽ നമുക്ക് ഈ വചനം ഏറ്റെടുത്തിട്ട് പറയാം, ആർക്കും സൗഖ്യമാക്കാനാവാത്ത ഇത്തരം വേദനകളുടെ കാര്യകാരണങ്ങളെ എന്നേക്കും ചികിത്സിക്കുന്ന ഗിലയാദിലെ വൈദ്യൻ ഇവിടെ ഉള്ളപ്പോൾ എനിക്കെന്തിന് ബെഥെസ്ദ, എനിക്കെന്തിന് ദൂതൻ്റെ കലക്കം, എന്തിന് ഈ കുളം കിടന്നിളകുന്നത് ഞാൻ കാണണം? ഇതിനെപ്പറ്റി ചരിത്രകാരൻ പറയുന്ന കാര്യം, ഈ ബെഥെസ്ദ കുളത്തിൻ്റെ അകത്ത് ചിലതരം ഉറവകളുടെ ഒരു സംവിധാനമുണ്ടായിരുന്നു. അതിങ്ങനെ കുതിച്ചു വന്ന് ഒന്നിളകുകയും ആളുകളിങ്ങനെ ചാടുകയും കരയ്ക്ക് വന്നിട്ട് സുഖപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങൾ പറയുകയും ഈ കയറി വന്ന മനുഷ്യരെ പ്രദർശന വസ്തുക്കളാക്കി ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് കഴിഞ്ഞ നാളെല്ലാം ഇവന് സുഖമില്ലായിരുന്നു, ഇവൻ ഇന്നിതാ ബെഥെസ്ദയിൽ ചാടി സുഖപ്പെട്ടിരിക്കുന്നു, അവൻ്റെ വിമോചനത്തിൻ്റെ വഴി ഈ ബെഥെസ്ദയാണ്, ഇതാണ് അവനെ സുഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് ബെഥെസ്ദയ്ക്ക് പരിഗണന കൊടുത്തുകൊണ്ട് ബെഥെസ്ദയെ പ്രകീർത്തിക്കുന്ന ഇടത്ത് ഇതാ ഇവിടെ ഇതാ ബെഥെസ്ദയിലും വലിയവൻ അടുത്തു വന്നിട്ട് പറയുക, നിന്റെ വിടുതലിൻ്റെ വഴി അതെന്താ? നിനക്ക് സൗഖ്യമാകണോ? നിനക്ക് സുഖപ്പെടണോ? ഒറ്റ കാര്യം, നിൻ്റെ ആവശ്യമെന്ത് അത് പറയുക. ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. യേശു ബെഥെസ്ദ കുളത്തെയോ കുളത്തിൻ്റെ പിന്നിൽ പ്രചരിക്കുന്ന പ്രചാരവേലയോ അവിടെ വരുന്ന ദൂതനെയോ സംഘാടകരെയോ ഒന്നും മൈൻഡ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. മാത്രമല്ല, അനവധി നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ബെഥെസ്ദയുടെ അന്ധവിശ്വാസത്തിൻ്റെ അടിത്തറ തകർത്തിട്ട് സൗഖ്യത്തിൻ്റെ പുത്തൻ വഴി തൻ്റെ വചനത്തിലാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അവനോട് പറയുക, എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്കുക. എന്താ മനസ്സിലായി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു ബെഥെസ്ദയുടെ വക്താവല്ല. എന്നിട്ടും നമ്മളീ പലരും ഇപ്പോഴും ബെഥെസ്ദ മിനിസ്ട്രി എന്ന് പറഞ്ഞ് നടക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? കാര്യത്തിൻ്റെ പരിമിതി മനസ്സിലായോ? യേശു വെട്ടിക്കളഞ്ഞ സാധന, യേശു തട്ടിക്കളഞ്ഞ സാധന, യേശു നിരാകരിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലിട്ട സാധന. അതുവഴിയല്ലെന്നേ നിൻ്റെ വിടുതൽ, അതുവഴിയല്ലെന്നേ നിൻ്റെ സൗഖ്യം, അതുവഴിയല്ലെന്നേ നമ്മുടെ വിമോചനം. ഇന്നും ആളുകളുടെ ഉള്ളിൽ നിന്ന് ഈ ചിന്ത അങ്ങോട്ട് മാറുന്നില്ല. ബെഥെസ്ദയോടുള്ള ഭക്തി നിമിത്തമല്ലേ? ബെഥെസ്ദയുടെ കുളം മുഴുവൻ അപ്രസക്തമാണെന്ന് തെളിയിച്ചുകൊണ്ട് ബെഥെസ്ദ എന്തോ സംഭവമാണെന്ന് ചിന്തിച്ചവരുടെ നടുവിൽ പറയുക, ഈ ബെഥെസ്ദയിലോ അവിടെ വ്യാപരിക്കുന്ന ദൂതനിലോ അവിടെ പറഞ്ഞു കേൾക്കുന്ന പല്ലവിയിലോ അല്ലാത്ത ഒരു സൗഖ്യം നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ വാ, അതിന് ഞാനിവിടെ നിൽക്കുക, പരമവൈദ്യൻ ഇവിടെ നിൽക്കുക. ആ പരമവൈദ്യൻ്റെ സാന്നിധ്യം ജീവിതത്തിൻ്റെ മുഴുവൻ ലക്ഷ്യോന്മുഖതയും കരുത്തുറ്റതാക്കി മാറ്റും, അത് കർമ്മനിരതമാക്കി മാറ്റും. അടിമുടി ഇതിനെ മാറ്റിയിട്ട് ഇതിന് ശേഷം ഈ ബെഥെസ്ദയുമായി ബന്ധപ്പെട്ട് ഒറ്റ ദൂതനും അവിടെ വന്നിട്ടില്ല. വരികയാണെങ്കിൽ ഇന്നും വരണ്ടേ?
എന്നാൽ ഈ പണി ദൂതൻ നിർത്തിയത്? ക്ഷമിക്കണം, ഞാനിതിൻ്റെ പരിസരത്ത് ഒരു 7 വർഷം പല ആവർത്തിയായി പോയിട്ടുള്ളൊരു മനുഷ്യനാണ്. പോയി എന്ന് പറയാനൊന്നുമല്ല, ഇത് പഠിക്കാനും ഗ്രഹിക്കാനും അവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോഴും അവിടെ നിന്ന് വെള്ളമൊക്കെ ആളുകൾ കൊണ്ടുവരാറുണ്ട്. അവിടെ വെള്ളമില്ല, വെള്ളം കൃത്രിമമായിട്ട് പൈപ്പ് വഴി ഒഴുകിയാണ് ഈ ബെഥേസ്ത നിലനിർത്തേണ്ട ഗതികേട് വന്നത്. കാരണം ഇങ്ങനെ കിടക്കുന്ന ചിന്തകളെ ഇന്നും ഒരു മാർക്കറ്റാണെന്ന്, ഇന്നും ചെല്ലുന്നവർക്ക് ഈ വെള്ളം അല്പം കോരിക്കൊണ്ട് പോരാമെന്ന് സർക്കാർ വെള്ളം അടിച്ച് ഇത് ഉയർത്തിക്കൊണ്ടിരിക്കുക. ആ വെള്ളം നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ അല്പം കുപ്പിക്കകത്തെടുത്തുകൊണ്ട് പോരും, നാട്ടിലേക്കൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഈ വെള്ളം വഴിയല്ല സൗഖ്യം. കാരണം ഈ വെള്ളം പറ്റിയിട്ട് സർക്കാർ യോർദാനിലെ വെള്ളമടിച്ച് പലയിടങ്ങളിൽ കയറ്റി, ഗലീലിയക്കടലിലെ വെള്ളം പലയാവർത്തി കയറ്റി പൈപ്പ് വഴി കൊണ്ടുവന്ന് ഇതിനകത്ത് നിറച്ച് അത് പൊക്കിയിട്ട് നമ്മുടെ അന്ധവിശ്വാസത്തെ പ്രകീർത്തനം ചെയ്യാൻ പിന്തുണയ്ക്കുകയാണെങ്കിൽ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുമ്പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകും. ഇത്തരം പൊട്ടക്കിണറുകളെ വിട്ട്, ഇത്തരം ദൂതൻ്റെ കലക്ക് വിട്ട്, 38 വർഷം നിന്നെ പരിഗണിക്കാത്ത, ദയാവായി പൊട്ടുമില്ലാത്ത ഈ പരിസരം വിട്ട് ഇവിടുന്ന് ഒന്ന് എഴുന്നേൽക്കണം. ഈ സ്ഥലത്തിൻ്റെ പേരെന്തെന്നാ? അതാ പഠിക്കേണ്ടത്, ദയയുടെ ഭവനം. പക്ഷെ 38 വർഷം കിടന്നും പറയുക, ഒരു ദയയും ഇതെന്നോട് കാണിച്ചില്ല, ഒരു കരുണയും അതെന്നോട് കാണിച്ചില്ല, ഒറ്റ മനുഷ്യനും എന്നോട് അലിവ് തോന്നിയില്ല, ഒരാളും എന്നെ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ഭാഷയിൽ ഒരു ഇഡിയംസ് അത് തന്നെ കടന്നുകൂടി. എന്താ? ലെയിം എക്സ്ക്യൂസ്, അതായത് മുടന്തൻ്റെ ന്യായം പറയുക. ലാസ്റ്റ് 48 years ഐ വാസ് ഹിയർ, ഞാനിവിടെ ഉണ്ട്. 48 വർഷം എന്നോട് ആരും മനസ്സിലിങ്ങില്ല, എനിക്കങ്ങോട്ട് ചെല്ലാൻ വയ്യ, എൻ്റെ മുന്നമേ ചില ചാടും, ഞാൻ അവഗണിക്കപ്പെട്ട് കിടക്കുക. ആർക്കും വേണ്ടാത്തവനായി 38 വർഷത്തെ വേദന ചുമന്നു പോകുന്ന എൻ്റെ ജീവിതത്തെ ഇങ്ങനെ പൂർണ്ണമായി യേശുവിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചപ്പോൾ യേശു ഒരൊറ്റ ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഒറ്റ ചോദ്യം. കർത്താവിൻ്റെ ചോദ്യമേ വളഞ്ഞ വഴിക്കുള്ള ചോദ്യമല്ല, നേരെയുള്ള ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യന് ഒറ്റ മറുപടി, യേസ് ഓർ നോ. ഒറ്റ മറുപടി. ഈ ഒറ്റ മറുപടി പറയാൻ ഇയാൾ ചങ്കുറപ്പ് കട്ടിയപ്പോൾ അത് എത്തിച്ചേർന്നതേ നൂറ്റാണ്ടുകളായി മനുഷ്യൻ പ്രകീർത്തിച്ച ബെഥേസ്ത എന്ന അന്ധവിശ്വാസത്തിൻ്റെ അടിത്തറയും ആണിക്കല്ലും തകർത്തുകൊണ്ടാണെങ്കിൽ അതേ വചനം അതേ ശക്തിയോടെ അതേ കൃപയോടെ ഇന്ന് രാത്രി ഇവിടെയും വ്യാപരിക്കുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ, ദുരാചാരങ്ങളുടെ, അനാചാരങ്ങളുടെ അടിത്തറ തകർത്തുകൊണ്ട് ഇരുട്ടിൻ്റെ കൂടാരങ്ങളെ എന്നേക്കും നിഷ്പ്രഭമാക്കിക്കൊണ്ട് അന്ധകാരത്തിന്റെ കോട്ടകളെ ഇടിച്ചുകൊണ്ട് പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ദൈവസഭയായി, ദൈവത്തിന്റെ പ്രവൃത്തിയായി ഇന്നും വ്യാപരിക്കുന്നെങ്കിൽ ഈ ശബ്ദത്തിന്റെ ആവർത്തനം നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അതിനോട് ഉത്തരം പറയാനാണ് നമ്മൾ കാതുകുർപ്പിച്ച് പിടിക്കേണ്ടത്, നാവ് ചലിപ്പിക്കേണ്ടത്, ഹൃദയം വിട്ടുകൊടുക്കേണ്ടത്. ബാധിക്കപ്പെട്ടിരിക്കുന്ന, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ കഴിയുന്ന അത്തരത്തിൽ സമർപ്പണം ചെയ്യുന്ന ജീവിതങ്ങളുടെ സമർപ്പണത്തിലാണ് ആ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കരുത്തും ശക്തിയും നിലനിൽക്കുന്നത് എന്ന് ഞാൻ പറയും. ഞാൻ ഇത് പറയുമ്പോൾ 1-2 കാര്യങ്ങൾ ഒന്ന് ചേർത്ത് പറയേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, ബഹുമാന്യരെ, ഈ ആളുകൾക്ക് യെരുശലേമിനെ പറ്റി പറയാൻ ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് യെരുശലേം എന്ന മഹത്തരമായ ദേവാലയം. ആ ദേവാലയത്തിന് ഒത്തിരി കഥകളും ചരിത്രങ്ങളുമുണ്ട്. അതിൽ സമീപകാലത്ത് ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ്. എൻ്റെ സ്നേഹിതൻ ജോൺസൺ പാസ്റ്ററുണ്ട്, ഞങ്ങൾ വരുന്ന വഴിക്ക് ഇത്തരം ചില കാര്യങ്ങൾ ഇന്ന് പകൽ ചർച്ച ചെയ്തു. മറ്റൊന്നുമല്ല, ഈ സ്ഥലം ഏതാണ്ട് 8.3 acres, 8.3 ഏക്കറാണ് യെരുശലേം എന്ന് പറയുന്ന ദേവാലയം ഇരിക്കുന്ന ആ ഭൂപ്രദേശം. ആ ഭൂപ്രദേശത്തെ 8.3 ഏക്കേഴ്സിനൊരു പ്രത്യേകതയുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമി അയോധ്യയോ ബാബറി മസ്ജിദോ ഒന്നുമല്ല. അതല്ലെങ്കിൽ വഖഫ് മുനമ്പത്ത്, ആ വഖഫ് ബോർഡിൻ്റേത് അല്ലെങ്കിൽ മുനമ്പം നിവാസികളുടേത് അവർ കരുതുന്ന അത്തരത്തിലെ സംഭാഷണങ്ങളുമൊന്നുമല്ല യഥാർത്ഥ തർക്കഭൂമി. യഥാർത്ഥ തർക്കഭൂമിയുടെ അളവ് 8.3 ഏക്കേഴ്സാണ്. കാരണം ഇതിന് വാദമുന്നയിച്ചുകൊണ്ട് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജൂതന്മാരും അപ്പുറത്ത് ആ അറബ് ലോകവും ഒരുപോലെ ആധിപത്യം ചെലുത്തുമ്പോൾ അവരൊരു കാര്യം അറിയണ്ടേ? യെരുശലേമിൽ പണ്ട് ശലോമോൻ്റേതെന്ന് പറയുന്ന ആ ദേവാലയം ഇരുന്ന സ്ഥാനത്ത് ഇന്നൊരു ദേവാലയമില്ല. അത് തകർന്നടിഞ്ഞിവിടെ കിടക്കുക. ശൂന്യാവശിഷ്ടങ്ങൾ തകർന്നു കിടക്കുമ്പോൾ മറുവശത്ത് 2 മോസ്കുകളുണ്ട്. ആ മോസ്കിൽ ഒന്നിൻ്റെ പേര് അൽ-അക്സ എന്നാണെങ്കിൽ മറ്റൊന്നിൻ്റെ പേര് ഒമറിൻ്റെ പള്ളി എന്നാണ്. ഖലീഫ ഒമറിൻ്റെ കാലത്ത് അദ്ദേഹം പണി കഴിപ്പിച്ച പള്ളിയാണ്. അതും ഞാനൊന്ന് ബോധ്യപ്പെടുത്തി തരാം. ക്രൈസ്തവ സഭയ്ക്ക് ഒരു കാലഘട്ടത്തിൽ 5 പ്രധാനപ്പെട്ട ഹെഡ് ക്വാർട്ടറുകൾ ഉണ്ടായിരുന്നു. 5 ഹെഡ് ക്വാർട്ടറുകൾ. രസാവഹമായ കഥയാണിത്. 5 ഹെഡ് ക്വാർട്ടറുകളിൽ ഒന്ന് യെരുശലേമായിരുന്നു.
മറ്റൊന്ന് അന്ത്യോക്യ ആയിരുന്നു, സിറിയയിലെ അന്ത്യോക്യ. ഇനിയും ഒരെണ്ണം നമ്മുടെ കോൺസ്റ്റാന്റിനോപ്പിളിലായിരുന്നു. ഇനിയും ഒരെണ്ണം പക്കാ റോമിൽ തന്നെയായിരുന്നു. അപ്പോൾ റോമിൽ, കോൺസ്റ്റാന്റിനോപ്പിളിൽ, ഇവിടെ യെറുസലേമിൽ, അതുപോലെ സിറിയയിലെ അന്ത്യോക്യയിൽ, ഇനി ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ, ഇങ്ങനെ 5 എണ്ണം ഉണ്ടായിരുന്നു. 5 കേന്ദ്രങ്ങൾ. ഈ 5 കേന്ദ്രങ്ങളെ ഒരു പേരിട്ട് വിളിച്ചു, പെൻഡാർക്കി എന്ന് വിളിച്ചു. 5 കേന്ദ്രങ്ങൾ. ഈ പെൻഡാർക്കികളെ, 5 കേന്ദ്രങ്ങളെ ഭരിക്കുന്ന, അവിടെ നിന്ന് ആ കാര്യാദികൾ നിയന്ത്രിക്കുന്ന ആ ബിഷപ്പിനെ വിളിച്ച പേരാണ് വാസ്തവത്തിൽ പാത്രിയാർക്കീസ്. അതുകൊണ്ട് ഈ 5 കേന്ദ്രങ്ങളെ 5 പാത്രിയാർക്കറ്റുകൾ എന്നും പറഞ്ഞു വന്നു. ഈ പാത്രിയാർക്കറ്റുകൾ എങ്ങനെ ഉണ്ടായി എന്നത് രസകരമാണ്. ഇവിടെ ഇതൊക്കെ ടൗൺഷിപ്പായിരുന്നു. ആ ടൗണിലിരിക്കുന്ന സഭയുടെ ശുശ്രൂഷകൻ, ഇടയ്ക്ക് ഗ്രാമങ്ങളിലെ ശുശ്രൂഷകന്മാർക്ക് ഒത്തുകൂടണമെങ്കിൽ ഈ സ്ഥലത്ത് വരണമായിരുന്നു. കാരണം ഗ്രാമത്തിൽ നിന്ന് ഇത് പലപ്പോഴും ടൗണുകൾ ജലാശയം, നദിയൊക്കെ ഉള്ളതിൻ്റെ തീരത്തായിരിക്കുമല്ലോ, വള്ളത്തിലൊക്കെ വരാം. അവിടെ വരുമ്പോൾ ഇദ്ദേഹത്തിനൊരു ആധിപത്യം കിട്ടി, ടൗണിലെ പാസ്റ്റർക്ക്, ടൗണിലെ ശുശ്രൂഷകനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ, നാളെ മുതൽ ഇങ്ങോട്ട് വരണമെങ്കിൽ എന്നെ നിങ്ങളൊരു മേലധികാരിയായിട്ട് കൂട്ടുന്നില്ല, ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, എവിടെയെങ്കിലും പോയി കമ്മിറ്റി കൂടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു, ഞാൻ ബാക്കി സഭകളുടെ മുഴുവൻ നേതാവ്. അങ്ങനെ നമുക്ക് എത്ര നേതാവായിരുന്നു? 5 പേര്. ഈ 5 പേരും കൂടെ ഒത്തുകൂടുന്ന സ്ഥലമായിരുന്നു റോമ. അപ്പോൾ റോമിലിരിക്കുന്ന പാത്രിയാർക്കീസ് പറഞ്ഞു, നമ്മൾ 5 പേരും കൂടുന്ന ഇവിടല്ലേ, അപ്പം ഞാൻ നിങ്ങളുടെ കുറേ കൂടി കട്ടിയുള്ള ഒരു നേതാവ്. ഇങ്ങനെ ഈ ഹൈറാർക്കിയൊക്കെ ഇതിനകത്തേക്ക് കടന്നുകൂടിയേ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പാത്രിയാർക്കീസ്മാർ തമ്മിലങ്ങ് അടിച്ചു. തമ്മിലടിച്ചിട്ട് ഇന്ന് കാണുന്നതിലും ഏറ്റുമുട്ടൽ ശക്തമായപ്പോൾ ഖലീഫ ഉമർ ഒരു ദിവസം അറിഞ്ഞ് ഇവിടെ ഭയങ്കര അടി നടക്കുകയാണ്. അന്ന് യെറുസലേമിലെ പാത്രിയാർക്കീസ് പറഞ്ഞു, ഉമറേ, ഞങ്ങൾക്കൊന്ന് കാണണം, ഒരു കാര്യം പറയാനുണ്ട്. വന്നട്ടെ. അപ്പോൾ ഉമറിൻ്റെ സേന നേരെ യെറുസലേമിലേക്ക് വച്ചുപിടിപ്പിച്ചു. യെറുസലേമിലേക്ക് വന്ന് ഈ ചർച്ച നടക്കുമ്പോൾ ഉമറിൻ്റെ മറ്റൊരു സേന നേരെ അലക്സാൻഡ്രിയയ്ക്ക് വെച്ചുപിടിപ്പിച്ചു. അലക്സാൻഡ്രിയയുടെ പ്രത്യേകത അറിയണോ? അവിടെയാണ് നമ്മുടെ ബൈബിളിൻ്റെ കയ്യെഴുത്ത് പ്രതികളൊക്കെ ഉണ്ടായ, സെറ്റുവജൻ്റ് ഒക്കെ ഉണ്ടായ സ്ഥലമാണ്. ധാരാളം വിജ്ഞാനങ്ങൾ അടുക്കി വച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ ശേഖരമുള്ള സ്ഥലമാണ്. അവിടുന്ന് വന്നാൾ അപ്പല്ലോസ്. അതുകൊണ്ടല്ലേ പറയുന്നത്, തിരുവെഴുത്തുകളിലെ അഗാധ വൈഭവമുള്ള അപ്പല്ലോസ് എന്നൊരുവൻ അലക്സാൻഡ്രിയക്കാരനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലക്സാൻഡ്രിയയിലെ ഈ ബിഷപ്പും യെറുസലേമിലെ ബിഷപ്പും എല്ലാം തമ്മിലടിയാണ്. അടി അങ്ങോട്ട് ശക്തമായി കഴിഞ്ഞപ്പോൾ ഖലീഫ ഉമർ ഇങ്ങോട്ട് വന്നപ്പോൾ യെറുസലേമിലെ ബിഷപ്പ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്കിവിടെ തീർത്ഥാടനം നടത്താനും ഞങ്ങളുടെ വിശുദ്ധ സ്ഥലമൊക്കെ സംരക്ഷിക്കാനും ഒക്കെ ഒരു അനുവാദം തന്നാൽ മതി. ഞങ്ങളുടെ എല്ലാം നന്ദിയും കൂറും താങ്കളോടായിരിക്കും. അങ്ങനെ അനായാസനെ യെറുസലേം എടുത്ത് ഒമറിന് വെച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? ഒമർ വരുമ്പോൾ ചോദിച്ചു, ഇവിടെ എവിടെയാണ് ഈ സുലൈമാൻ്റെ പള്ളി ഇരുന്നത്? സുലൈമാൻ സോളമൻ. അപ്പോൾ കാണിച്ചു തരാം. ബിഷപ്പ് എന്താ കാണിച്ചതെന്ന് അറിയണ്ടേ? പഴയ ദേവാലയം ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു. അവിടെയൊക്കെ വേസ്റ്റ് ഇട്ടിരിക്കുക, ജൂതന്മാരുള്ള എതിർപ്പുണ്ട്. ഖലീഫ ഉമറും കൂട്ടരും അവിടുന്ന് കാടുമൊക്കെ പിറക്കി മാറ്റി അവിടെ ഒന്ന് പിടിച്ചെടുത്തു. അതിൻ്റെ അടുത്തൊരു പള്ളി പണിതു. 2 പള്ളിയുണ്ട്, 2 മോസ്കുണ്ട്. 2ൻ്റെയും ചരിത്രം പറയാൻ എനിക്ക് നേരമില്ല. ഇതേ സമയത്ത് ഒമറിൻ്റെ മറ്റൊരു സൈനികൻ അങ്ങ് അലക്സാൻഡ്രിയയിൽ ചെന്നു. അദ്ദേഹം ഈ അലക്സാൻഡ്രിയയിലെ ചരിത്രപ്രസിദ്ധമായ ലൈബ്രറിക്ക് തീയിട്ടു. 2 മാസം നിന്ന് കത്തി ലൈബ്രറി. ഈ ലൈബ്രറിയിലെ ഗ്രന്ഥച്ചുരുളുകൾ കൊണ്ടുവന്ന് കത്തിച്ച് ആ ചൂടുവെള്ളം ഉണ്ടാക്കി പടയാളികൾ കുടിച്ചു, ചായ ഉണ്ടാക്കി കുടിച്ചു എന്നൊക്കെയാണ് ചരിത്രം. അങ്ങനെ എരിഞ്ഞടങ്ങി അലക്സാൻഡ്രിയയിലെ വിജ്ഞാന കേന്ദ്രം. തകർന്നടിഞ്ഞു ജെറുസലേമിലെ ചരിത്രപ്രസിദ്ധമായ ഈ സ്ഥലം. ഇന്ന് 2 മോസ്കുകൾ അവിടെ. ജൂതന് പള്ളിയില്ല. സമീപകാല യുദ്ധങ്ങളിൽ ജൂതനൊരു നിബന്ധന ഉണ്ടായിരുന്നു. ഇതെല്ലാം അവൻ്റെ കയ്യിലാണെങ്കിലും അങ്ങോട്ട് കടക്കാൻ മറ്റു ജൂതന്മാർക്ക് അവകാശമില്ല. നമ്മുടെ ഈ രാത്രി ചർച്ചയ്ക്ക് വന്നിട്ട് ചാനലിരിക്കുന്ന പല പുള്ളികൾക്കും ഇതിൻ്റെ ഈ ചരിത്രമൊന്നും അറിയില്ല. ഇവരേതാണ്ടൊക്കെ വെച്ച് പുലമ്പുന്നുണ്ട്. സത്യത്തിൽ വലിയ സഹതാപമാണ് ഇവരോടൊക്കെ തോന്നുന്നത്. പാലസ്തീൻ എന്ന് ഇവർ വിളിച്ചു കൊന്നൊന്നും അവിടെ ഒന്നും പാലസ്തീൻ ഇല്ല. പാലസ്തീൻ 3 ടെറിട്ടറികളാണ്. 3ആയി കിടക്കുക. സോൺ എ, സോൺ ബി, സോൺ സി. ഈ സോൺ എ, സോൺ ബി, സോൺ സി എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ഞാനൊരുത്തരോട് ചോദിച്ചിട്ട് പുള്ളിക്ക് പിടി കിട്ടുന്നില്ല. നിങ്ങളോട് ഞാൻ പറയാം. ഈ വിശാലമായ 120 മൈലോളം വരുന്ന പാലസ്തീൻ്റെ ഒരു ഭാഗത്ത് ജൂതന്മാർ കൂടുതലും അവിടെ ഈ പാലസ്തീനികൾ കുറവുമായിരുന്നു. ആ സ്ഥലമാണ് സോൺ എ. അവിടെ പ്രത്യേകതയുണ്ട്. ജൂതന്മാർ കൂടുതലാണ്, പാലസ്തീനികൾ കുറവുമാണെങ്കിലും ഇനി മറ്റു ജൂതന്മാർക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. അത് ക്ലോസാണ്, ജൂതന് പ്രവേശനമില്ല. ഇനി സോൺ ബി നേരെ തിരിച്ചാണ്. അവിടെ പാലസ്തീനികൾ കൂടുതലാണ്, ജൂതന്മാർ കുറവാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് മറ്റു പാലസ്തീനികൾ വരാൻ പാടില്ല. അപ്പുറത്ത് ജൂതന് കിട്ടിയ പണി ഇവിടെ.
ഇനി നടുക്കൊരു സ്ഥലമുണ്ട്, രണ്ട് കൂട്ടരും ഈക്വലാണ്. അതുകൊണ്ട് രണ്ട് കൂട്ടർക്കും ഇവിടേക്ക് വരികയും ചെയ്യാം, പോവുകയും ചെയ്യാം. ഇനി വേറൊരു കാര്യം, സോൺ എ ഈസ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇസ്രയേൽ. സോൺ ബി ഈസ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇസ്രയേൽ. ഇനി സോൺ സി ഉണ്ടല്ലോ, ഇരു കൂട്ടർക്കും വരികയും പോവുകയും ചെയ്യാവുന്ന സ്ഥലം, കൺട്രോൾഡ് ബൈ ദ മിലിറ്ററി ഓഫ് ഇസ്രയേൽ. കാച്ചിക്കളയും, മനസ്സിലായില്ലേ? മര്യാദയ്ക്കുന്നില്ല, കത്തിച്ചു കളയും. മൊത്തം കൺട്രോള് ഇസ്രയേലിൻ്റെ കയ്യിലാണ്, മിലിറ്ററിയുടെ ഒക്കെ കയ്യിലാണ്. ഇതാണ് അതിൻ്റെ സ്ഥിതി. കാര്യം മനസ്സിലാക്കണം, പലപ്പോഴും ആൾക്കാർക്കറിയില്ല. എന്നിരുന്നാലും അറബ് ലോകം ആർജിച്ചൊരു കരുത്തുകൊണ്ട് ഈ സ്ഥലത്ത് നിൽക്കുന്ന ദേവാലയങ്ങളുടെ അരികിലേക്ക് ജൂതന്മാർക്ക് വരാൻ കഴിയില്ലായിരുന്നു. അവിടെ മിലിറ്ററിക്ക് ചെല്ലാം, മറ്റാർക്കും ചെല്ലാൻ പറ്റില്ല. ഇതാണ് സ്ഥിതിയെങ്കിൽ ഇപ്പോഴിതാ അതും അട്ടിമറിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ ആ സ്ഥലം കംപ്ലീറ്റ് ജൂതൻ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യമൊക്കെ എന്ന് പറയാനുള്ളതാ. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അളവുനൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നുവെന്ന പ്രവാചക വചനങ്ങളുടെയൊക്കെ നിവൃത്തി എന്ന വണ്ണം കാലം പൊക്കൊണ്ടിരിക്കുക. ലോകത്താരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പുസ്തകത്തിൽ പറഞ്ഞതേ നടക്കൂ. ഇത് പ്രവചന കൃതിയാ. വരാനുള്ളത് മുൻകൂട്ടി പറയാൻ ആലോചിച്ചല്ല, ആത്മനിറവിൽ എഴുതി വെച്ചതെന്തോ അതേ നടക്കൂ. അതിൻ്റെ അടുത്താണ് നമ്മുടെ ഈ ബേസൈദ കുളം. ഓക്കെ, ഇതെല്ലാം ഇതിനകത്ത് തന്നെ വരുന്ന, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ചെറിയ സ്പോട്ടാണ്. ഇന്നിപ്പോൾ അതാകപ്പാടെ വലിയ ശ്രദ്ധയില്ലാതൊക്കെ കിടക്കുന്നേ. പക്ഷേ ഈ പറയപ്പെടുന്ന കെട്ടുകഥകളില്ലേ, ഇവിടേക്ക് ആള് ചാടും, അവർക്ക് സുഖം വരും, അവർക്ക് ആശ്വാസം വരും, ഇത്തരം ചിന്തകൾ പ്രചരിപ്പിക്കപ്പെടുന്ന തെറ്റായ പ്രചാരവേലയുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് യേശു പറഞ്ഞു പഠിപ്പിച്ചു, കർമാചാരങ്ങളിലല്ല, ദുരാചാരങ്ങളിലല്ല, ആദ്യം ചാടുന്നവനോട് കരുണ കാണിക്കുന്നതിലൊന്നുമല്ല, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ, നിനക്ക് വിടുതൽ പ്രാപിക്കാൻ മനസ്സുണ്ടോ, രക്ഷാ വ്യക്തിപരമായൊരനുഭവമായി പ്രഖ്യാപിച്ചുകൊണ്ട് മാനവരാശിക്ക് അത് നൽകിക്കൊടുക്കാൻ ഇഹലോകത്തിലേക്ക് വന്നവൻ ഇവിടെ കൊടുക്കുന്ന ഈ സൗഖ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. അവനോട് പറയാ, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തു നടക്കാം. കാരണം ഈ കിടക്ക കൊണ്ട് നീ സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകണം നിന്റെ ഐഡന്റിറ്റി എന്താ, നീ ആരാണെന്ന് മനസ്സിലാകണം. ആളുകൾ പറയും, നീ ഇവിടെ കിടന്ന മനുഷ്യനല്ലേ, നിനക്കിതെങ്ങനെ സംഭവിച്ചു? അവരെയും അമ്പരപ്പിക്കാനൊരു കാരണമുണ്ട്. ഇവരെന്തിനാ അമ്പരക്കുന്ന? വാസ്തവത്തിൽ ഇത്രയും ചിന്തിച്ചാൽ മതി. അവൻ കുളത്തിൽ ചാടി രക്ഷപ്പെട്ടു എന്നവർ ചിന്തിച്ചാൽ പിന്നെ അമ്പരപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷെ അവർ അമ്പരക്കും. കാരണം ഈ കുളത്തിൽ ഇങ്ങനത്തെ പ്രോഗ്രാമൊന്നും നടക്കുന്നില്ല. ഇത് കെട്ടുകഥ പ്രചരിപ്പിച്ചത് കൊണ്ട് അത് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയ ഒരു സംഭവം മാത്രമാണെങ്കിൽ, അന്തസ്സോടൊരുത്തൻ ദാ ഇതുവഴി ഈ കിടക്കയും ചുമന്ന് ഇങ്ങനെ നടന്നു പോകുന്ന കാഴ്ച കണ്ട് ആളുകൾ ചിന്തിച്ചപ്പോൾ ഏതെങ്കിലും വിധത്തിലൊരു കുറ്റം പറയാൻ കാരണമില്ലാതെ വന്നപ്പോൾ പറയുക, പരിപാടിയൊക്കെ കൊള്ളാമായിരുന്നു, പക്ഷെ ഒരു കാര്യം മോശമായിപ്പോയി. എന്താ? അത് ഈ ശബത്ത് ദിവസം വേണ്ടായിരുന്നു. ഇതൊരു നല്ല ദിവസമല്ലേ? ഈ നല്ല ദിവസം വിശ്രമിക്കേണ്ടതിന് പകരം നീ എന്തിനാ ഈ സൗഖ്യം കൊടുത്തേ? ഇന്നും ഇതല്ലേ ഈ ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ അനുഗാമികൾ ഇന്ത്യയിലെ പലവിധമായിരിക്കുന്ന ജയിലുകളിൽ, പലവിധമായ പോലീസ് സ്റ്റേഷനുകളിൽ 1600ഓളം ആളുകൾ ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ സാങ്കേതിക കുറ്റം ചുമത്തി കിടപ്പുണ്ടേ. മതപരിവർത്തനത്തിന്റെ കുറ്റം ചുമത്തി രാജ്യത്തിന്റെ പല ജയിലുകളിൽ യേശുവിന്റെ അനുഗാമികൾ കിടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ രാത്രി ഒരിടത്ത് പ്രസംഗിച്ചപ്പോഴും ഒരു കാര്യം പറഞ്ഞു. സ്റ്റാൻ സ്വാമി എന്നറിയപ്പെടുന്ന ഒരു ദൈവവൃത്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മാവോയിസ്റ്റ് കുറ്റം ചുമത്തി, മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ട് എന്ന കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിലിട്ടു. അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു. അദ്ദേഹം അതിൻ്റെ തെളിവ് ഒരിക്കലും ഹാജരാക്കാൻ ഭരണകൂടത്തിനു സാധിച്ചില്ല. വിചാരണത്തറവിൽ അദ്ദേഹം ഇങ്ങനെ കഴിയുമ്പോൾ രോഗം കടന്നു പിടിച്ചു. പാർക്കിൻസൺസ് രോഗമാണ്, ശരീരം വിറയ്ക്കുന്ന അവസ്ഥയാണ്. അദ്ദേഹത്തിന് ചായ കുടിക്കാൻ വയ്യ, വെള്ളം കുടിക്കാൻ വയ്യ. അദ്ദേഹം ആ കിടക്കയിൽ കിടന്ന് ആവശ്യപ്പെട്ടതേ വെള്ളം കുടിക്കാൻ, ദാഹജലം കുടിക്കാൻ ഒരു സ്ട്രോയാണ് ആവശ്യപ്പെട്ടത്. അതുപോലും കിട്ടാതെ പൊട്ടിപ്പൊളിഞ്ഞ ആ ജയിലിൽ ആ ദൈവദാസൻ മരിച്ചടങ്ങി. ഒന്നും രണ്ടും പേരല്ല, നിരവധി ആളുകൾ ഈ രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ ഇങ്ങനെ മരിച്ചു വീഴുമ്പോൾ ഭക്തനൊരു കാര്യം ഓർക്കേണ്ടത്, ദുരാചാരങ്ങളുടെ അടിത്തറ മാന്തിക്കൊണ്ട് രാജ്യത്തിന് മുഴുവൻ മാറ്റം വരുത്താൻ കെൽപ്പുള്ള മകത്തര സുവിശേഷത്തിന്റെ വക്താക്കൾ ഒരു രാജ്യത്തൊരു ദേശത്തിടപെട്ടാൽ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാ, ദേശത്തിന്റെ സ്ഥിതി അടിമുടി മാറുക തന്നെ ചെയ്യും. അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടന്ന് അതിനെ പാടെ മാറ്റി ഏറ്റവും പൈശാചികമായ തിന്മകളെ ദൂരീകരിക്കാൻ കഴിയുന്ന ഈ മകത്തര ആശികത്തോട് നേരിടാൻ കാണിയില്ലാത്തത് കൊണ്ടാണ് പറയുന്നത്, ശബത്തിൽ നീ സൗഖ്യമാക്കുന്ന എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഈ ചോദ്യം, ആ ചോദ്യത്തിന് എനിക്കൊരു ഉത്തരമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഈ രാജ്യം ഒരിക്കൽ കടന്നുപോയത് വലിയ ദുരാചാരങ്ങളിലൂടെയായിരുന്നു. അത് നിങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ രാജ്യം ഈ ദേശവും ഒക്കെ കടന്നുപോയത് ദുരാചാരങ്ങളിലൂടെയാണ് എന്നതിനാർക്കും തർക്കം വേണ്ട.
എന്തെല്ലാം അനിഷ്ട സംഭവങ്ങളും എന്തെല്ലാം തെറ്റായ വ്യവസ്ഥിതികളും ഈ രാജ്യത്ത് നടന്നു. പി ഭാസ്കരൻ ഉണ്ണിയുടെ 20-ാം നൂറ്റാണ്ടിലെ കേരളം എന്നൊരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്നൊരു പുസ്തകമുണ്ട്. ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കണം. നിങ്ങൾ പൗരാണികമായ ഇന്ത്യയുടെ ഏതെങ്കിലും കൃതികൾ പരതിയാൽ അവിടെയെങ്കിലും മാനവികതയുടെ ഒരു ദർശനം കാണിക്കാൻ സാധിക്കത്തില്ല. മനുഷ്യനെ മനുഷ്യനായി കാണണമെന്ന് പഠിപ്പിക്കുന്ന ഒരാശയ സംഹിതയും കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്നായിരുന്നു എന്ന് എൻ്റെ സുഹൃത്തുക്കൾ ദയവായി പറഞ്ഞാൽ ഉൾക്കൊള്ളുവാനും തിരുത്തുവാനും എനിക്ക് മനസ്സുണ്ട്. യാതൊരു തിന്മയും അക്കാര്യത്തിൽ കാണുന്നില്ല. ജാതി വ്യവസ്ഥയും കേരളവും എന്ന പേരിൽ PK ബാലകൃഷ്ണന്റെ കൃതിയുണ്ട്. ഈ കൃതികളൊക്കെ പരതിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും രാജ്യം കടന്നുപോയ ഏറ്റവും മ്ലേച്ഛമായ ഏറ്റവും മോശപ്പെട്ട ജീവിത പരിസ്ഥിതിയുടെ ആഴങ്ങൾ എന്തായിരുന്നുവെന്ന്. നിങ്ങൾക്കറിയണ്ടേ, എഴുത്തച്ഛൻ എന്ന് പേരായിട്ടുള്ള പണ്ഡിത ശിരോമണി നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന എഴുത്തച്ഛൻ പിന്നോക്കനായിരുന്നു. അദ്ദേഹത്തിന് അക്ഷരം അഭ്യസിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ സംസ്കൃത പാഠങ്ങൾ അകത്ത് നടക്കുമ്പോൾ ഒരു മതിൽക്ക് പുറമേ നിന്ന് കേട്ടുകൊണ്ട് ആശയങ്ങൾ കൊണ്ട എഴുത്തച്ഛൻ കാവ്യം ചമയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം കാവ്യം ചുമയ്ക്കുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ദാരുണമായി ശിക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് ഈ നുകം വെച്ച് കെട്ടിയിട്ട് ചക്കാട്ടുന്ന ആ സംവിധാനത്തിൻ്റെ അഗ്രം വെച്ച് കെട്ടിയിട്ട് അദ്ദേഹത്തെ ഈ ചക്കാട്ടുന്ന പണിക്ക് ഏർപ്പെടുത്തി ശിക്ഷിച്ചു. തീർന്നില്ല. എന്നിട്ടും എഴുത്തച്ഛൻ തൻ്റെ പ്രവൃത്തി തുടർന്നപ്പോൾ അദ്ദേഹത്തെ അങ്ങ് തമിഴകത്തിലേക്ക് നാടുകടത്തി. അവിടെയും എഴുത്തച്ഛൻ വിശ്രമിച്ചില്ല. ഒടുക്കം തൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നപ്പോൾ കാലം അദ്ദേഹത്തിന് കരുതി വെച്ചത് ഭാഷയുടെ പിതാവെന്ന പേരായിരുന്നു. കാലമേറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭാഷാപിതാവായി പ്രകീർത്തിക്കപ്പെട്ടു. അക്ഷരവും അന്നവും വിലക്കപ്പെട്ട മാനവ സമൂഹത്തിന് എല്ലായിടത്തുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ പ്രവർത്തിച്ച മിഷണറി വര്യന്മാരുടെ ത്യാഗസന്നദ്ധമായ ജീവിതത്തിലാണ് ആധുനിക ഇന്ത്യ പടുത്തുയർത്തപ്പെട്ടത്. 80ഓളം ഭാഷകൾക്ക് നിഘണ്ടുവും 125-ൽ പരം ഭാഷകൾക്ക് വ്യാകരണ ഗ്രന്ഥവും ചമച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് രൂപപ്പെടുത്താൻ മിഷണറിമാർ ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് രൂപപ്പെടുത്തിയ ആധ്യാത്മികതയുടെ ആ ചിന്താപരതയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ നസ്രായനായ യേശുവിനെ പ്രസംഗിക്കുന്നത്. ആർക്കും വേണ്ടാത്ത ബേസൈത കുളക്കരയിൽ കിടക്കുന്ന രോഗിയെ, കുഷ്ഠരോഗികളെ ആരും തിരിഞ്ഞു നോക്കാൻ അറക്കുന്ന അവരുടെ മാരക വ്രണങ്ങളെ കഴുകിക്കെട്ടി ശുദ്ധമാക്കാൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു ചിന്തയുടെ മാനവികതയുടെ വക്താക്കളായി നിന്നുകൊണ്ട് നസ്രായനെ ഉയർത്തുന്ന ഇടത്ത് ഒരു കാര്യം ഉറപ്പാണ്: ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് തെറ്റുപറ്റാത്തവൻ കൃത്യമായി അരുളി ചെയ്ത ആ വചനം ഇന്നും അവിടുത്തെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. പരിണിത ഫലമായിട്ട് ഈ രാജ്യത്ത് എന്തെല്ലാം സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയണ്ടേ? പ്രിയപ്പെട്ടവരെ, നാം പെന്തക്കോസ്ത് വിശ്വാസത്തിൻ്റെ വക്താക്കളാണ്. ഞങ്ങളുടെ വിശ്വാസ സംഹിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരു സവിശേഷതയുണ്ട്. ഈ രാജ്യത്ത് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു സ്ത്രീയുടെ പ്രാർത്ഥന ഫലമായിട്ടാണ്, ഒരു സഹോദരിയുടെ പ്രാർത്ഥന ഫലമായിട്ടാണ്. ആ സഹോദരി ആരെന്നറിയണ്ടേ? നമ്മുടെ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ എന്ന വ്യക്തിത്വമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കുലത്തിൽ പിറന്ന ഒരു ചിത്പവൻ ബ്രാഹ്മണ സ്ത്രീയിൽ നിന്നാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ ഉണർവിൻ്റെയും പെന്തക്കോസ്ത് വിശ്വാസത്തിൻ്റെയും താപജാലകൾ രൂപപ്പെടുന്നത്. ഞാനൊരു 3-4 മാസം മുമ്പ് അവർ ജീവിച്ചിരുന്ന മുക്തി മിഷൻ എന്ന സ്ഥാപനത്തിലേക്ക് പൂനെയിൽ കടന്നു പോകാനിടയായി തീർന്നു. പൂനെയിൽ ഏതാണ്ട് 300-400 ഏക്കറോളം വരുന്ന വിശാലമായ സ്ഥലത്ത് അവരുടെ മുക്തി മിഷൻ എന്നറിയപ്പെടുന്ന സ്ഥാപനത്തിൻ്റെ നടുവിലൂടെ അവർ ഡൊണേറ്റ് ചെയ്ത സ്ഥലത്തുകൂടി റെയിൽവേ സ്റ്റേഷനും റെയിൽവേ പാതയും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ വിശാലത മനസ്സിലാകും. എന്തായിരുന്നു ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന സഹോദരിയുടെ പ്രത്യേകത എന്ന് കേൾക്കണ്ടേ? അവരുടെ മുഴുവൻ പേര് പണ്ഡിത രമാബായി സരസ്വതി എന്നായിരുന്നു. ഈ പണ്ഡിത അവരുടെ ബിരുദമായിരുന്നു. നമ്മൾ പണ്ഡിറ്റ് കറുപ്പൻ, പണ്ഡിറ്റ് നെഹ്റു എന്നൊക്കെ പറയും പോലെ ഈ ബിരുദം ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യം കിട്ടിയ സഹോദരിയുടെ പേരാണ് പണ്ഡിത രമാബായി. നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ ഒരു പണ്ഡിത രമാബായിയെ പറ്റി ഒരു കാര്യം അറിയാം. 1960-ൽ സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മുടെ രാജ്യം ഒരു സഹോദരിയുടെ പേരിൽ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ആത്മനിറവിൻ ചൈതന്യമുള്ള ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായ, ഇന്ത്യയിൽ പെന്തക്കോസ്ത് സംസ്കാരത്തിന് ഊടും പാവും ചെയ്യാൻ ദൈവം കണ്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസിയുടെ പേരിലായിരുന്നു. എന്താണ് അവർ ചെയ്ത സേവനമെന്ന് കൂടി ഞാൻ നിങ്ങളോട് പറയാം. സതി പിന്തള്ളിക്കളയുന്ന അനവധി സ്ത്രീകൾ, പെൺകുട്ടികൾ, 12ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളെ മൃതശരീരത്തോട് ചേർത്ത് വെച്ച് പച്ചമുള ചേർത്ത് വരിഞ്ഞ് കെട്ടി തീയിലകത്ത് ചൂളയിൽ ചുട്ടുകരിക്കുന്ന, ചിതയിൽ ചുട്ടുകരിക്കുന്ന പ്രാകൃതമായ ഒരു സംവിധാനം ഈ രാജ്യത്ത് നിലനിൽക്കവേ അതിനെതിരെ നിരവധി ഇന്ത്യക്കാർ പ്രതിരോധിച്ചു. അതിനെതിരെ നിരവധി പാശ്ചാത്യർ പ്രതിരോധിച്ചു. ആ കൂടെ പ്രതിരോധം തീർത്ത് സമരം ചെയ്യുകയായിരുന്നില്ല പണ്ഡിത രമാബായി ചെയ്തത്.
അവർ സമരത്തിനോ യുദ്ധത്തിനോ പോകാതെ ഇത്തരം ആളുകളെ വളരെ കൃത്യമായി പെറുക്കിക്കൊണ്ടുവന്ന് രക്ഷിച്ച് തൻ്റെ സ്ഥാപനത്തിൽ വളർത്തി പഠിപ്പിച്ച് കൈത്തൊഴിൽ പഠിപ്പിച്ച് അവരെ വിദ്യ അഭ്യസിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിൽക്കാൻ പാകത്തിന് ചെറുത്തുനിൽപ്പിൻ്റെ ഒരു പ്രായോഗിക വശം അവർ കണ്ടുപിടിച്ചു. ഒന്നും രണ്ടും പേരല്ല, ഒരു ഘട്ടത്തിൽ അവരുടെ സ്ഥാപനത്തിൽ 3500-ലധികം അന്തേവാസികളെ താൽപ്പസിപ്പിച്ചുകൊണ്ട് ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അതീതമായി പൊരുതുകയും കണ്ണ് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി മറാഠി ഭാഷയിൽ ലിപിയുണ്ടാക്കി അവരെ പഠിപ്പിക്കുകയും ഹിന്ദി ഇന്ത്യയുടെ രാഷ്ട്രഭാഷയാക്കണമെന്ന് ആദ്യമായി പൊതുജനങ്ങളുടെ സമക്ഷം നിന്ന് പ്രസംഗിക്കുകയും ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ആ കർത്തൃദാസികളുടെ ജീവിതത്തിനൊരു സാക്ഷ്യമുണ്ടായിരുന്നു. ആ സാക്ഷ്യം ചേതോഹരമായിരുന്നു. അവരുടെ പ്രാർത്ഥനാ മുറിക്കുള്ളിൽ അവർ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരു കുട്ടി ചോദിച്ചു, ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായമാണ്. അതിവിടെ ഞങ്ങൾ കണ്ടു അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമാകുന്നതും അവരിൽ ഓരോരുത്തരിലും പതിയുന്നതും ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങുന്നതുമായ കാര്യം അതിന്നും നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ രമാവായി സരസ്വതി എന്ന ഈ കർത്തദാസി പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, അതിനുത്തരം ദൈവം തരട്ടെ. അടുത്ത നിമിഷം കണ്ട കാര്യം എന്താണെന്നറിയണ്ടേ? അത് ചോദിച്ച പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ഒരു അഗ്നിജ്വാലയുടെ സാന്നിധ്യം കണ്ടിട്ട് ആളുകൾ ബക്കറ്റിൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് ആ സ്ത്രീയുടെ ശരീരത്തിൽ ഒഴിച്ചിട്ടും താപജാലകൾ കെടുന്നില്ല. അവൾ ഇങ്ങനെ ആ ഇരിക്കുന്ന ഇരിപ്പിൽ അവളുടെ ശരീരം കത്താതെ അഗ്നിയിൽ ഇരിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. ഈ അനുഭവം അടുത്തടുത്തടുത്ത ആളുകളിലേക്ക് വ്യാപരിച്ചപ്പോൾ ഇന്ത്യ മഹാരാജ്യം രേഖാമൂലം രൂപപ്പെടുത്തിയ ആദ്യത്തെ ഉണർവിന്റെ ചരിത്രം പണ്ഡിത രമാവായി എന്ന ആ പ്രിയപ്പെട്ട കർത്തൃദാസിയുടെ മുക്തി മിഷൻ എന്ന സ്ഥാപനത്തിൽ രൂപപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന് 100-ലധികം വയസ്സ് പിൻകഴിഞ്ഞു. ഇതുവരെ കേരളക്കരയിൽ, തമിഴ്നാട്ടിൽ, ഇന്ത്യയുടെ പലയിടങ്ങളിൽ പെന്തക്കോസ്തിന്റെ താപജാലകൾ ആടിക്കളിക്കുന്ന ഉണർവിന്റെ ഉത്തമമായ നിദർശനങ്ങൾ പലയിടത്ത് പല രൂപത്തിൽ ആവിഷ്കരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ രാജ്യത്തിന് വലിയ മാറ്റമുണ്ടായി. ഞാൻ ബഹുമാനപ്പെട്ട ഭരണകൂടത്തോടും ഞങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന പൊതുജനങ്ങളോടും ചോദിക്കുക, 100 വർഷം ഞങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിച്ചിട്ട് രാജ്യദ്രോഹപരമായ ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഒരു തരത്തിലും ഞങ്ങളുടെ പേരിൽ പൊതുയോഗങ്ങളിൽ പൊതുവിടങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തന രീതികളിൽ ഭരണകൂടത്തിന് വിരുദ്ധമായതൊന്നും കണ്ടുപിടിക്കാനാവാതെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പുകവലിയുടെയും പേരിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാനാവാതെ മാതൃകാപരമായി ഈ രാജ്യത്ത് പ്രവർത്തിച്ച സാക്ഷാൽ സമാധാനത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കാനും നസ്രായനായ യേശുവിനെ ഉയർത്താനും മദ്യം പോലുള്ള വിപത്തുകൾക്കെതിരെ പ്രായോഗിക നിലപാടെടുക്കാനും യേശുവിന്റെ അനുഗാമികളെ പോലെ അർഹതയുള്ള മറ്റാരുമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് സുവിശേഷത്തിന്റെ സവിശേഷ സത്യം ഇങ്ങനെ ആവർത്തിച്ചുറപ്പിച്ച് പ്രഖ്യാപിക്കട്ടെ. മറ്റൊരുവനിലും മറ്റെവിടെയും മറ്റെങ്ങനെയും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ മഹത്തര നാമത്തെ പ്രകീർത്തിക്കുന്ന ഇടത്തൊക്കെ ബെഥേസ്തയുടെ അന്ധകാരത്തിന്റെ അടിത്തറകൾ കുളം തോണ്ടും, മാരകമായ ചില പ്രാചീന ചിന്തകളുടെ അസ്ഥിവാരങ്ങൾ കുളം തോണ്ടും. എല്ലാത്തരം വിഭാഗീയതയ്ക്കും അതീതമായി അത് ഉയർത്തിക്കാട്ടുന്ന മഹത്തരമായ ദൈവ ചൈതന്യമുണ്ട്. ദൈവ ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, അനേകർക്ക് വേണ്ടി മറിവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ആ ക്രിസ്തു യേശുവിനെ ഉയർത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് പരിയോഗിക്കരുതേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒന്നുകൂടി എടുത്തു പറയട്ടെ, ഞങ്ങൾ പറയുന്നതിൽ യുക്തിരാഹിത്യമെന്ത് എന്ന് നിങ്ങൾ പറയണം, പൊതുജനങ്ങൾ സമൂഹം പറയണം. ഓൺലൈനിലൂടെ നിരവധി ആളുകൾ കേട്ടുകൊണ്ടിരിക്കുക. ഒരു മഹാപ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന് ഒരു കാരണഭൂതനുണ്ടെന്ന് ഞങ്ങൾ പറയും. ആ കാരണഭൂതനെപ്പറ്റി ഞങ്ങൾ പറയും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ഇതൊക്കെ വിപരീതമായിട്ടൊരാൾ പറഞ്ഞാൽ ആ പറയുന്ന ശക്തി ദൈവമല്ല എന്ന് പറയേണ്ടി വരും. എന്താണ് കാരണം? മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. പക്ഷേ ഞങ്ങളപ്പോൾ സ്വാഭാവികമായി ചോദ്യം നേരിടും, യേശുക്രിസ്തു മനുഷ്യർ കണ്ട ആളല്ലേ, മനുഷ്യരൊക്കെ കണ്ടു, അടുത്തുകൂടാത്ത വെളിച്ചത്തിലല്ലല്ലോ വസിച്ചത്, നമുക്കിടയിലല്ലേ പറയാം. കാലത്തിന്റെ സമ്പൂർണതയിൽ ദൈവം ദേഹരൂപമായി നമ്മുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന്റെ പ്രത്യക്ഷതയുടെ പേരാ കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന ഈ സുവിശേഷത്തിന്റെ സിദ്ധാന്തം 2000 ആണ്ടായി ഞങ്ങൾ ഈ ഉലകത്തോട് പ്രസംഗിക്കുന്നു. ഈ പ്രസംഗത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ആദ്യ പ്രസംഗകൻ കാലഘട്ടങ്ങൾക്കപ്പുറത്ത് എങ്ങനെ പ്രസംഗിച്ചു തുടങ്ങിയോ അന്നു മുതൽ ഇന്നുവരെ ഇടതടവില്ലാതെ 24 മണിക്കൂറും
ഭൂമിയുടെ 5 വൻകരകളിലും ഒരുപോലെ പ്രകീർത്തിക്കപ്പെടുന്ന ഒരൊറ്റ നാമമേയുള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഭൂമിയുടെ 5 വൻകരകളിലും ഒരുപോലെ പ്രകീർത്തിക്കപ്പെടുന്ന, ഇടതടവില്ലാതെ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദത്തിന്റെ കാരണഭൂതനെ ഞങ്ങൾ വിളിക്കുന്ന പേരാ യേശുക്രിസ്തു. യേശുക്രിസ്തു, യേശുക്രിസ്തു. ആ യേശുവിന്റെ സവിശേഷത, അവൻ ഇന്ന് നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. 2-3 പേർ തന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവില് വാഗ്ദത്തം പോലെ എത്താൻ കഴിയുന്ന നസ്രായന്റെ സാന്നിധ്യം നമ്മുടെ ആവശ്യകതകളെ അറിഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ട് പ്രശ്നങ്ങളുടെ മീതെ പരിഹാരം വരുത്തിക്കൊണ്ട് ഇന്നും ഇടപെട്ടുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാ ആളുകൾ ഈ ക്രിസ്തു സാന്നിധ്യം അറിഞ്ഞു വരുന്നതേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ എവിടെങ്കിലും രാജ്യത്തെ സ്തംഭിപ്പിക്കുന്ന സമരം നടത്തി കണ്ടിട്ടുണ്ടോ? മന്ത്രിയെ വഴി തടയുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങളെവിടെയെങ്കിലും ഭരണകൂടത്തിനെതിരെ ഞങ്ങൾ ഒരു വാക്ക് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? നമ്മൾ ചെയ്യില്ല. എന്താ കാര്യം? ഞങ്ങൾക്ക് പോരാട്ടമുണ്ട്, യുദ്ധമുണ്ട്. അത് ജഡം ധരിച്ച മനുഷ്യരോടല്ല. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് പോരാട്ടമുള്ളത് ആ ജഡരക്തങ്ങളോടല്ല, ഈ രാജ്യത്ത് ഒരു മനുഷ്യനോടുമല്ല. ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട കർത്തൃദാസൻ ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിനെയും 2 കുട്ടികളെയും കൊന്നുകളഞ്ഞ, അതും ചുട്ടുകരിച്ച് കൊല്ലുകയാണ്. ചുട്ടുകരിച്ച് കൊന്നുകളഞ്ഞ ഒരു സംഭവമുണ്ട്. എൻ്റെ സ്നേഹിതൻ ബോബി ബ്രദർ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇതുപോലൊരു യോഗം കഴിഞ്ഞ് കുന്നംകുളത്ത് വരുമ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. അവിടെ ഒരു മനുഷ്യൻ ഞങ്ങളെ സ്വാഗതം ചെയ്തു ഭക്ഷണം കഴിക്കാൻ, ഒരു വെയിറ്റർ. അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ച് ഫുഡൊക്കെ തരികയാണ്. ഫുഡ് തരുന്നു, നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു. ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തിനൊരു ടിപ്പ് വെച്ചു. അദ്ദേഹം ആ പണം എടുത്ത് തിരിച്ച് പോക്കറ്റ് വെച്ചിട്ട് പറയുക, അയ്യോ ഫാദർ എനിക്ക് ടിപ്പ് തരല്ലേ, അത് കയ്യിരിക്കട്ടെ. നിങ്ങളിപ്പോൾ ഉറക്ക് ഈ ഭക്ഷണം തരുന്നത് എനിക്ക് വലിയൊരു സന്തോഷമാണ്. ഞാൻ ജീവിതത്തിൽ ഇത് ആദ്യം കേൾക്കുക. ഉപദേശിമാർ ഒത്തിരി കഴിക്കുമെന്നും പറഞ്ഞ് നമുക്ക് ജീവിക്കാനാവാത്തൊരവസ്ഥയാണ്. അന്നേരം ഇങ്ങനെ പറയുക, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് വലിയ സന്തോഷമാണ്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ഇദ്ദേഹം എന്തോ പറയാനുള്ളതുപോലെ പുറത്തിറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ആട്ടെ സുഹൃത്തെ, എന്താ ബ്രദറിൻ്റെ കാര്യം, എന്തോ പറയാനുള്ള പോലെ? ഉടനെ പറയുകയാണേ, ഫാദർ എന്നെ അങ്ങനെ വിളിച്ചേ. എന്നെ പലരും ഫാദർ എന്നാണ് വിളിക്കുന്നത്. എന്നോട് ഫാദർ ആണോ എന്ന് ചോദിച്ചാൽ ഇന്ന് വരെ ഞാൻ അല്ലെന്ന് പറഞ്ഞിട്ടില്ല. കാരണം മക്കൾ എനിക്ക് 3 മനസ്സിലായോ? പിന്നെ ഞാനെന്തിനാ അമാന്തിക്കണം? എനിക്ക് ആ കാര്യത്തിൽ പോപ്പിനേക്കാൾ ആർജവമുള്ളത് കൊണ്ട് എനിക്ക് അന്തസ്സോടെ പറയാൻ പറ്റും. പോട്ടെ. അപ്പം എന്നോട് ചോദിച്ചു, ഞാൻ ചോദിച്ചു എന്താ ബ്രദറിൻ്റെ വിഷയം? അദ്ദേഹം പറയാ, ഫാദർ ഞാനിവിടെ ഒന്ന് വെയിറ്ററായിട്ട് ജോലി ചെയ്യേണ്ട ആളൊന്നുമല്ല. ഇത്തരം 2 കടകൾ സ്വന്തം ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ അമ്പരന്നു. ഫാദർ ഇവിടെ ആയിരുന്നില്ല, ഒറീസയിലായിരുന്നു. നിങ്ങളറിയുന്ന ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ വീടിൻ്റെ തൊട്ടരികിൽ ഞങ്ങൾ അയൽക്കാരായിരുന്നു. ഞങ്ങൾ ക്രിസ്മസ് വരുമ്പോൾ അവരും, ഇദ്ദേഹം ഒരു ഹിന്ദു പശ്ചാത്തലത്തിലുള്ള ആളാണ്. മറ്റ് വിശേഷ ദിവസങ്ങളിൽ ഞങ്ങളും ഭക്ഷണം പങ്കിടുമായിരുന്നു. ഈ കുട്ടികൾ എപ്പോഴും വീട്ടിലാണ്, അത്ര സ്നേഹമാണ്. പക്ഷെ ഒരു ദിവസം ഈ ഗ്ലാഡീസ് ആൻറ്റിയും മകളും ദുഃഖിതയായി പരിഭ്രാന്തരായി വേദനിക്കുന്ന ആ വാർത്ത അറിഞ്ഞു. ഈ ചെറുപ്പക്കാരൻ ചെല്ലുമ്പോൾ അലമുറയിട്ട് കരയുന്ന വീടും പരിസരമൊക്കെ കണ്ടു. പിന്നെ കാണുന്നതേ കത്തിക്കരിഞ്ഞ 3 ശവശരീരങ്ങൾ തുണിയിൽ പൊതിഞ്ഞു കെട്ടി ഇവിടെ കൊണ്ടുവരികയും ചാപ്പലിനോട് ചേർന്നുള്ള ഒരു ശ്മശാനത്തിൽ അടക്കം ചെയ്യുന്ന കാഴ്ചയാണ്. അത് കഴിഞ്ഞു. കുറേ ദിവസങ്ങൾ പിന്നിട്ടു. അദ്ദേഹം പറയുകയാണ്, ഫാദർ കണ്ണടയ്ക്കുമ്പോൾ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ അരിയിൽ നിൽക്കുക. എത്ര സ്നേഹമായിരുന്നു. പക്ഷേ എനിക്കവിടെ പിന്നെ നിൽക്കാൻ തോന്നിയില്ല. കിട്ടിയ വിലയ്ക്ക് ഇതൊക്കെ വിറ്റ് തകർത്ത് കളഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വണ്ടി കയറി ഇവിടെ വന്ന് ഈ ജോലി ചെയ്യുക. പക്ഷെ ഒന്നുകൂടി പറഞ്ഞു, ഞാൻ വണ്ടി കയറി നാട്ടിലേക്ക് എത്തുന്നതിന് അധികം താമസിക്കാതെ ഒറീസ അമ്പരപ്പിക്കുന്ന സൂപ്പർ സൈക്ലോൺ അന്തരീക്ഷമാകെ മാറി. വലിയ പ്രതിസന്ധികളിലൂടെ ആ നാട് മുഴുവൻ കടന്നുപോയി. ഇത് ഞങ്ങൾക്ക് ദൈവിക ഇടപെടലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒന്നും ചെയ്യാത്ത 2 പിഞ്ചോമനകൾ, അവർക്ക് ആധ്യാത്മികതയോ അതിൻ്റെ നിഷേധമോ ഒന്നും അറിയില്ല. അതുങ്ങളെയും കത്തിച്ച് ചാരമാക്കിയ മണ്ണിൽ ഈ മണ്ണിൻ്റെ ഉടയവൻ
ഒന്നിടപെട്ടു. 25 കൊല്ലങ്ങൾ പിന്നിട്ടു. അതിന് കാരണഭൂതനായ ഒരു പ്രതിയെ റിലീസ് ചെയ്തു. അതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. ആർക്ക് വിരോധിക്കണം? പിറ്റേന്ന് അദ്ദേഹത്തെ വിട്ടാലും പ്രതിഷേധം അറിയിക്കുന്നവരല്ല നമ്മൾ. കാരണം നമുക്ക് വൈരാഗ്യമില്ല. ആ മനുഷ്യനെയും ദൈവം സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളല്ലേ. സന്തോഷത്തോടെ പറയണം, മനം തിരിഞ്ഞു വന്നാൽ നീയും ദൈവത്തിൻ്റെ ഒരു മകനാണ്. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം, ചിലതരം ശാപങ്ങൾ ചില ദേശത്തെ ഗ്രസിക്കും. ആർക്കും അതിനെ അതിജീവിക്കാൻ കഴിയില്ല. വചനം പറയുക, ബലവാനും ബലഹീനൻ തമ്മിലൊരു കാര്യമുണ്ടായാൽ ബലഹീനൻ്റെ പക്ഷം ചേരുന്നവനാ ദൈവം. കഴിവ് കുറഞ്ഞ ആളാ നിങ്ങളെങ്കിലേ കരുത്തനപ്പുറത്ത് ആക്രമിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ പക്ഷം കൃത്യം ചേരുന്ന ഉറപ്പുള്ളവൻ്റെ പേരാണ് ദൈവം. നീ ചോര ചൊരിയേണ്ടി വരാം, ഒരുപക്ഷെ പ്രാണം കളയേണ്ടി വരാം, പക്ഷെ ഒപ്പം ദൈവം നിൽപ്പുണ്ട്. സകലതും കാണുന്നവനായി ദൈവം നിൽപ്പുണ്ട്. ശാപഗ്രസ്തമായ ജീവിതത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഞാൻ വീണ്ടും പറയട്ടെ. ഇന്ന് നല്ല വീടുകളുണ്ട് പലർക്കും, പക്ഷെ എവിടെയോ ശാപത്തിൻ്റെ ഒരു സ്വാധീനത പലരിലും കാണാം. ഞാൻ മുമ്പ് മത്തായിയെയും സക്കായിയെയും കുറിച്ച് പറഞ്ഞില്ലേ? ഈ സക്കായിയുടെ വീടും മത്തായിയുടെ വീടുമൊക്കെ ശാപത്തിൻ്റെ ഒരു സ്വാധീനത ഉള്ളതാണ്. എന്താ കാര്യം? എത്ര കൈക്കൂലിയുടെ സ്വാധീനം അതിലുണ്ട്, അതിലെത്ര പാവപ്പെട്ടവൻ്റെ കണ്ണീരുണ്ട്, അതിലെത്ര ദുഃഖിതൻ്റെ അനാഥൻ്റെ നൊമ്പരമുണ്ട്. അതുകൊണ്ട് ഒരു ശാപം അതിനെ പിൻഗമിക്കും. നിങ്ങൾ സൂക്ഷ്മാംശങ്ങളിൽ നോക്ക്. ഈ രാജ്യത്ത് നിയമവിരുദ്ധമായ രീതിയിലോ നിയമപരമായ രീതിയിലോ മറ്റുള്ളവർക്ക് ദോഷം ചെയ്തുകൊണ്ട് സമ്പത്താർജിക്കുന്ന മനുഷ്യരുണ്ട്. ഉദാഹരണം, നിങ്ങൾ ഒരു ബാർ മുതലാളിയാണെന്ന് വെക്കുക. ആ തൊഴിൽ ചെയ്യാൻ ഈ രാജ്യത്ത് നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല. ലൈസൻസിന് അപേക്ഷിച്ച് നിശ്ചിത തുക കൊടുത്താൽ അതിന് നോംസ് പാലിച്ചാൽ ഏതൊരാൾക്കും അത് ലഭിക്കും. ഒരു ബുദ്ധിമുട്ടുമില്ല. അത് രാജ്യവിരുദ്ധവുമല്ല. പക്ഷേ ബാറെന്നറിയപ്പെടുന്നൊരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് യാചകരെ വാർത്തെടുത്തൊരു വ്യവസായശാലയാണ് എന്ന സത്യം മറക്കണ്ട. നിങ്ങൾ നിമിത്തം സ്നേഹിത എത്ര സ്ത്രീകൾ വിധവമാരായി. പഠിച്ചു മിടുക്കരാകേണ്ട ഡോക്ടർമാരാകേണ്ട എഞ്ചിനീയർമാരാകേണ്ട എത്ര കുട്ടികൾ ക്രിമിനലായി. നിങ്ങൾ പണമാർജിച്ചു, നിങ്ങൾ സമ്പത്ത് സ്വരുക്കൂട്ടി, നിങ്ങൾ വെട്ടിപ്പിടിച്ചു. പക്ഷെ മറുവശത്തെ ഒരു ശാപം, നിരവധി സ്ത്രീകളുടെ ശാപം, നിരവധി പേരുടെ കണ്ണീരെ CC പിടിച്ചും വാഹനത്തിന് പണം കൊടുത്തും അന്യായമായി നേടിയ അത്തരത്തിലെ പണമില്ലേ, ഒരു ദിവസം നിന്നെ തിരിഞ്ഞു കുത്തുന്ന ഒരു കാലം വരും. ക്ഷമിക്കണം, ഞാനൊരിക്കൽ ഒരു ഗുണ്ടയുടെ ശവശരീരമടക്കേണ്ട അവസ്ഥാവിശേഷമുണ്ടായി. അയാൾക്ക് അതിലൊക്കെ പശ്ചാത്താപം തോന്നിയിട്ടാ. അയാളുടെ ജീവനോടെയും ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരിക്കൽ കാണാൻ ചെല്ലുമ്പോഴേക്ക് നല്ല ആരോഗ്യവാനായിരുന്നു. പക്ഷേ പലരെയും അടിച്ചുപദ്രവിച്ച് വികലാംഗരാക്കി മാറ്റിയ കഥകൾ എന്നോട് പറഞ്ഞു. പാസ്റ്റർ, മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ചെന്നാൽ കരുത്തനായൊരു മനുഷ്യൻ കൈ നഷ്ടപ്പെട്ടിട്ടേ ലോട്ടറി വിൽക്കുന്ന കാഴ്ച കാണാം. അദ്ദേഹം പറയുക, ഞാനവൻ്റെ കൈ വെട്ടിക്കളഞ്ഞതാ. കൈ നഷ്ടപ്പെട്ടവൻ അതുവഴി ലോട്ടറി വിൽക്കുക നാട്ടിൽ ഏറ്റവും വലിയ ചട്ടമ്പിയായിരുന്നു. ഞാൻ വെട്ടിക്കളഞ്ഞു. നിരവധി ആളുകളുടെ കഥ പറഞ്ഞിട്ട് അദ്ദേഹം പറയുക, പക്ഷെ ഇന്നേ കണ്ണടയ്ക്കുമ്പോൾ ഞാൻ കൊന്നുകളയുകയോ ഞാൻ ഉപദ്രവിക്കുകയോ ചെയ്ത മനുഷ്യരുടെ ആർത്തനാദം എൻ്റെ കാതുകളിൽ കേൾക്കുക. ഒറ്റക്കിരിക്കുമ്പോഴൊക്കെ ഞാൻ ഭീതിയിലാണ്. ആ മനുഷ്യൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു. പാവമൊക്കെ ഏറ്റുപറഞ്ഞാൽ മരിച്ചതെങ്കിലും അന്ത്യനിമിഷങ്ങൾ എത്രയോ ഭീതിജനകമായിരുന്നു, എത്രയോ വേദനാജനകമായിരുന്നു. വേദനാജനകമായ ഭീതിജനകമായ കുറ്റബോധത്തിൻ്റെ ആ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് പിടിവിടാൻ കഴിയാതെ എത്ര മനുഷ്യരുണ്ട്. ഈ ഒറീസയിൽ ഇന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് മാനവികമായ ഒരു വേദന നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ ആ വേദന കൊണ്ട് നിങ്ങൾ കഴുകുകയാണ് ആ പാവക്കറകൾ എന്ന് ഞാൻ പറയും. ഇത് കേൾക്കുമ്പോൾ ആ പിഞ്ചോമനകളെ കുറിച്ച്, ഗ്രഹാം സ്റ്റെയിൻസ് എന്ന മനുഷ്യനെ കുറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നൊമ്പരം രൂപപ്പെട്ടു വരികയാണെങ്കിൽ ആ പൊടിഞ്ഞ കണ്ണീരില്ലേ, ആ കണ്ണീര് കൊണ്ട് നിങ്ങൾ പാപത്തിൻ്റെ കറ കുറേയൊക്കെ കഴുകുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യാനുഭവങ്ങൾ എഴുതി വെച്ച ഒരു പുസ്തകത്തിന് ആമുഖം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പനായ പരേതനായ OV വിജയൻ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഇങ്ങനെ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ മരണത്തെ അനുസ്മരിച്ചുകൊണ്ട് ഏതാനും വാക്കുകൾ എഴുതിയത് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയാം. നിത്യരോഗത്തിൻ്റെ വ്രണങ്ങളെ കഴുകിക്കെട്ടാൻ എൻ്റെ രാജ്യത്തിലേക്ക് വന്ന സ്റ്റെയിൻസ്, ദൈവപുത്രൻ്റെ നീതി ഞങ്ങൾ നിനക്ക് തന്നില്ല, എങ്കിലും നീ ഞങ്ങൾക്ക് മാപ്പരുളണം. അങ്ങ് മാപ്പ് എന്ന് പറയുന്നത് വരെ എൻ്റെ രാജ്യത്തിൻ്റെ പതാക പാതിമരത്തിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് OV വിജയൻ ഒരു കുറിപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ മുഴുവൻ ശബ്ദമതാണെങ്കിൽ നമുക്ക് ഒരു മാറ്റത്തിൻ്റെ സൂചനകളാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇയാളെന്തോ ഭീകരനാണ്, ഇയാൾ ആളെ മതം മാറ്റാൻ വരുന്നു, ആളെ മാറ്റിമറിക്കാൻ വരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ മാറിപ്പോകുന്ന ദുർബലതയുടെ പേരാണോ മതം?
ഒരു ലഘുലേഖ വായിക്കുമ്പോൾ തട്ടിപ്പോകുന്നതാണോ ആധ്യാത്മികത? ഒരു മനുഷ്യൻ നിന്നിങ്ങനെ പ്രസംഗിക്കുമ്പോൾ സഹിഷ്ണുതയില്ലാതെ അത് കേട്ടിരിക്കാൻ മനസ്സില്ലാത്ത വിധത്തിൽ നശിക്കുന്ന മതങ്ങളാണ് അതെങ്കിൽ അത് ദുർബലമായ ഒരു അടിസ്ഥാനത്തിലല്ലേ അത് രൂപപ്പെടുന്നത്? അവിടെയാണ് പുനർവിചിന്തനം ആവശ്യമുള്ളത്, അവിടെയാണ് പഠനം ആവശ്യമുള്ളത്. എന്തിനാണ് ഞാൻ സൂചിപ്പിച്ചെന്നറിയണ്ടേ? ഇങ്ങനെ ഇന്ന് നിങ്ങൾ ഒറീസയിലൊന്ന് ചെല്ലണം, ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം. ഞാൻ നീട്ടുന്നില്ല ഇവിടം പറയാൻ. കഴിഞ്ഞ 2024 ജനുവരി മാസം 23-ാം തീയതി എൻ്റെ വീട്ടിലേക്ക് അവിചാരിതമായി ഒരു കർത്തൃദാസൻ വന്നു. നിങ്ങൾ അറിയും അദ്ദേഹത്തെ. ഡോക്ടർ PG വർഗീസ് എന്നാണ് പേര്. ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്തൃദാസനാണ്. മണിക്കൂറുകൾ സംസാരിച്ചിരുന്ന അനന്തരം ഞാൻ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. അങ്കിൾ, ഇന്നേ ദിവസമാണ് നമ്മുടെ സഹപ്രവർത്തകൻ ഗ്രഹാം സ്റ്റെയിൻസിനെയും തിമോത്തി എന്ന് പേരുള്ള അദ്ദേഹത്തിൻ്റെ 10 വയസ്സുകാരൻ മകനെയും 6 വയസ്സുകാരൻ ഫിലിപ്പിനെയും അഗ്നിക്കിരയാക്കിയത്. നമുക്ക് ഇതേപ്പറ്റി ഒരു അനുസ്മരണം നടത്തണം. എൻ്റെ മകൻ അതിങ്ങനെ ലൈവിൽ വീഡിയോ പിടിക്കുകയാണ്. ഈ PG വർഗീസ് അങ്കിൾ ആ രംഗം ഇങ്ങനെ പറയുക. കൊച്ചുരോഗികൾക്ക് അരിയും പലവ്യഞ്ജനങ്ങളും കൊടുത്ത് അവരുടെ മുറിവുകൾ കഴുകിക്കിട്ടുന്ന ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യം പണ്ടെങ്ങനെയാണ് കുഷ്ഠരോഗികളെ കണ്ടത് നിങ്ങൾക്കറിയാമല്ലോ. മരിച്ചവർക്ക് തുല്യരായി അവരെ തള്ളിക്കളഞ്ഞ നാട്ടിൽ അവർ വ്രണങ്ങൾ കഴുകിക്കെട്ടാൻ ഒരു മദർ തെരേസ ഉണ്ടായത്, ഒരു സ്റ്റെയിൻസാർ ഉണ്ടായത്, മിഷൻ ഹോസ്പിറ്റലുകളിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് വർത്തമാനകാല ഇന്ത്യ ഒന്ന് മാറി ചിന്തിക്കട്ടെ. ഈ പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്ന ഇടത്ത് ആളുകൾ ആകർഷിക്കപ്പെടുമെങ്കിൽ, ഗുണപരമെങ്കിൽ നിങ്ങളിത് ഏറ്റെടുത്ത് ചെയ്യണം. മാനവികതയുടെ ഈ സ്നേഹത്തിൻ്റെ പ്രകടനം കൊണ്ട് വേണം ആധ്യാത്മികത നിലനിർത്താൻ. കത്തിയും കടാരയും കൊടുവാളും കൊണ്ട് സ്ഥാപിച്ചെടുക്കേണ്ടതല്ല മതം. എൻ്റെ ദൈവത്തെ രക്ഷിക്കാൻ കൊടുവാൾ വേണമെന്ന് തോന്നുന്നത്, മാരകമായ ആയുധം വേണമെന്ന് തോന്നുന്നത് ആ ദൈവം നിങ്ങളെക്കാൾ ദുർബലനായതുകൊണ്ടാ. എൻ്റെ ചുറ്റും വലത്തും ഇടത്തും നിന്ന് എന്നെ രക്ഷിക്കാൻ ഒരു പാറാവുകാരൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നേണ്ടി വരുന്നത് ഞാൻ സേവിക്കുന്നവൻ സർവശക്തനല്ല എന്ന് തോന്നൽ വരുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പായി പറയുന്നു, വീരിവിടെ മരിക്കേണ്ടി വന്നാലും പൊരുതി മരിക്കേണ്ടി വന്നാലും ആയുധം കൊണ്ട് തിരിച്ചടിക്കുന്ന ഒരു ഏർപ്പാടൊന്നും ഞങ്ങൾക്കില്ല. 100 വർഷത്തെ ഞങ്ങളുടെ ചരിത്രത്തിൽ തിരിച്ചടിച്ച ഒരനുഭവം പോലുമില്ല. അത് ആരോഗ്യത്തിൻ്റെ കുറവ് കൊണ്ടോ മറ്റേതെങ്കിലും കാരണങ്ങളല്ല. എന്തിന് ഒരു കേസിന് പോലും പോകാതെ അത്തരം അനുഭവങ്ങളെ ക്ഷമ കൊണ്ട് നേരിട്ട സുശക്തമായ പ്രതികരണത്തിൻ്റെ പേരാ സുവിശേഷം. ഹല്ലേലൂയ. ആ സുവിശേഷത്തിൻ്റെ കരുത്തും അതിൻ്റെ മാന്യതയും നിലനിർത്തി ഇനിയും യേശുവിനെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. കാരണമെന്നറിയട്ടെ, കയ്യിൽ കരവാളം എന്തിക്കൊണ്ട് കൊടുവാൾ എന്തിക്കൊണ്ട് തലവെട്ടി പിളർത്തി രണ്ടാക്കി മാറ്റാൻ അടുത്തു വരുന്നവനെയും മാറോട് ചേർത്ത് ആലിംഗനം ചെയ്യുന്ന ഒരൊറ്റ മാർഗമേ ഉലകത്തിലുള്ളൂ. അതിൻ്റെ പേരാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ ശക്തി ആർജിച്ചെറിഞ്ഞ ഈ സ്റ്റെയിൻസിൻ്റെ മരണം ഇദ്ദേഹം വിശദീകരിച്ച് കേട്ട് ഞാൻ അമ്പരന്നു. ഈ തിരിച്ചു വരും വഴിക്ക് ജീപ്പിൽ അല്പനേരം വിശ്രമിച്ചതാണ്. വിശ്രമിച്ച വേളയിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റും ആളുകൾ വളഞ്ഞു. ദാരാസിംഗിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ആളുകൾ വളഞ്ഞിട്ട് കടാര കൊണ്ട് കഴുത്തിൽ കുത്തി. ഞാൻ പറഞ്ഞു, അങ്കിൾ അങ്ങനെയല്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, കേൾക്ക്, കടാര കൊണ്ട് കുത്തി കഴുത്തിറക്കുമ്പോൾ ആർത്തനാദം പുറപ്പെടുവിച്ച അപ്പനെ മക്കൾ രണ്ടും ഉണർന്നു നോക്കുക. ഈ ചോര പൊടിയുന്ന അപ്പൻ്റെ ശരീരം കണ്ട് അപ്പാ എന്ന് വിളിച്ച് അലറി 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 അതുങ്ങൾ കരയുമ്പോൾ ഈ വണ്ടിയിലേക്ക് പെട്രോൾ ഒഴിച്ചു, അതിന് തീ കൊടുത്തു. ആളിക്കത്തുന്ന ജീപ്പിൽ നിന്ന് 6 വയസ്സുകാരൻ തിമോത്തി പുറത്തേക്ക് ചാടുമ്പോൾ തൃശൂലം കൊണ്ട് കുത്തി അവനെ തീയിലേക്ക് തിരിച്ചിട്ടു കത്തിച്ചു ചാമ്പലാക്കി. എന്തിനാ ഇത്രയും പറഞ്ഞതെന്നറിയണ്ടേ? നമ്മൾ ഈ രാജ്യത്ത് ഇതിന് ശേഷം എത്ര കോടതി കത്തിച്ചു, എത്ര പോലീസ് സ്റ്റേഷൻ കത്തിച്ചു, എത്ര പ്രകടനം നടത്തി? 25 വർഷവും പ്രകടനം നടത്തിയില്ല. 25 വർഷവും ശപിച്ചില്ല. 25 വർഷവും വെറുത്തില്ല. പക്ഷേ ഇന്നൊരു കാഴ്ചയുണ്ടേ. നിങ്ങൾ ഒറീസയുടെ ഗ്രാമങ്ങളിലൂടെ ഈ ഗ്രന്ഥവും കൊണ്ടൊന്ന് സഞ്ചരിക്കണം. അംശമുള്ളവരുണ്ട്, എൻ്റെ കൂടെ വന്നാൽ മതി, ധൈര്യമായിട്ട് പോര്. ഈ ഗ്രന്ഥം കൊണ്ട് സഞ്ചരിക്കുമ്പോൾ ഗ്രാമവാസികൾ തലനീട്ടി പുറകോട്ടിറങ്ങി വന്നിട്ട് മുമ്പോട്ടിറങ്ങി വന്നിട്ട് പറയും, പാതിരി സാബ് ആയേ ആയേ ബൈറ്റേ വന്നാട്ടെ, പാതിരി സാബ് ഇരുന്നാട്ടെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, ഞങ്ങളുടെ ശാപങ്ങൾ മാറാൻ, പിഞ്ചോമനകളുടെ കണ്ണീരിൻ്റെ ശാപം മാറാൻ, ഈ നാടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, ഇന്ത്യയിൽ അതിവേഗം വളരുന്ന സഭകൾ ഒറീസയിലെ സഭകളാണ്. അതിൻ്റെ കാരണം അറിയോ? രക്തസാക്ഷികളുടെ രക്തം സഭാ വളർച്ചയുടെ വിത്താണെന്ന് പഠിച്ചു വന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് വരാൻ പോകുന്ന കാലമൊട്ടും ദൈവമക്കൾക്ക് ശുഭകരമല്ല. അതിനെയൊക്കെ നേരിടാൻ പ്രാർത്ഥനയുടെ ആത്മാവിലൊരു പുതുശക്തി പ്രാപിക്കണം.
ഇവിടുന്ന് പിരിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടത് നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കെനിക്ക് തരണം. എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറത്ത് എനിക്ക് ഈ രാജ്യത്ത് യേശുവിനെ സുവിശേഷീകരിക്കാൻ, യേശുവിന് വേണ്ടി നിലനിൽക്കാൻ, യേശുവിന് വേണ്ടി പാടാൻ, യേശുവിന് വേണ്ടി പ്രസംഗിക്കാൻ ഒരു പുത്തൻ ആത്മസമർപ്പണത്തിന് ത്രാണി തരണമേ എന്ന് പ്രാർത്ഥിച്ചു വേണം ഈ പ്രാർത്ഥന യോഗം വിട്ടു മടങ്ങാൻ. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. ഈ ബെഥെസ്ദയുടെ ഇത്യാദിയുള്ള നിരവധി അന്ധവിശ്വാസ ജടിലമായ കാഴ്ചപ്പാടുകളെ മുഴുവൻ മാറ്റി യേശുവിൻ്റെ ചൈതന്യ സുവിശേഷം അവിടെ പ്രചരിപ്പിച്ചപ്പോൾ ഒരു വ്യക്തിക്ക് വന്ന മാറ്റം ഒരു നാടിനെ മുഴുവൻ മാറ്റിമറിച്ചു. ഇന്നേ ബെഥെസ്ദ ഇല്ല, അവിടെ ദൂതനുമില്ല, കുളങ്കലക്കുമില്ല, അവിടെ തീർത്ഥാടകരുമില്ല. യേശു മാറ്റിയാൽ പിന്നെ അവിടെ ചെന്ന് നിൽക്കാൻ ഒരുത്തനും ത്രാണിയില്ല. യേശുവിൻ്റെ അനുഗാമികൾ പലയിടത്ത് ഇതുപോലെ പോയി പ്രസംഗിച്ചു. ഞങ്ങൾ അർത്തമീസ് എന്നറിയപ്പെടുന്നൊരു ശില്പത്തെയും ശിലയെയും അതിൻ്റെ പിന്നിൽ വ്യാപരിച്ച ജാതീയ ശക്തിയെയും അങ്ങകലെ എഫെസോസിൽ തകർത്തു. അന്ന് തകർന്നടഞ്ഞ് കിടക്കുന്ന വെണ്ണക്കൽ ശില്പം ഇപ്പോൾ കാണണമെങ്കിൽ മ്യൂസിയത്തിൽ ചെല്ലണം. ഭക്തൻ്റെ പ്രാർത്ഥനയുടെ പരിണിത ഫലമായി തകർന്നടിഞ്ഞ എത്രയെത്ര ഇത്തരം ശക്തികളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഭക്തൻ പ്രാർത്ഥിക്കാൻ തയ്യാറെടുക്കുമെങ്കിൽ ദേശാധിപ ശക്തികളുടെ മുഴുവൻ മീതെ ആധിപത്യം ചെലുത്തുന്ന രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനുമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാമ്രാജ്യം ഈ രാത്രി ഇവിടെ അദൃശ്യ മണ്ഡലത്തിൽ സ്ഥാപിച്ച് നമ്മൾ മടങ്ങിയ യേശുവിൻ്റെ ചൈതന്യവത്തായ ശക്തിയുടെ പ്രദർശനശാലയായി ഓരോ ദൈവയിലും തീരാൻ പുനഃസമർപ്പണം ചെയ്തു വേണം ഇന്നിവിടം വിട്ടു മടങ്ങാൻ. ഒരു കാര്യം ഉറപ്പ്, കേട്ട യേശുവിൻ്റെ സുവിശേഷമെങ്കിൽ അവൻ നിൻ്റെ ഭ്രാന്തിനെ മാറ്റും. കേട്ട യേശുവിൻ്റെ സുവിശേഷമെങ്കിൽ അവൻ നിൻ്റെ മനോരോഗത്തെ മാറ്റും. കേട്ട യേശുവിൻ്റെ സുവിശേഷമെങ്കിൽ അനുസരിച്ചതെങ്കിൽ പ്രാകൃതങ്ങളായി നിൻ്റെ ജീവിതത്തിലെ ആചാര ദുരാചാരങ്ങളെ മാറ്റി നിന്നെ സംസ്കാര ചിത്തനാക്കി മാറ്റും, ലക്ഷ്യോന്മുഖമുള്ളവനാക്കി മാറ്റും. നിൻ്റെ എല്ലാത്തരം ദോഷങ്ങളെയും അവൻ മാറ്റിമറിക്കും. ചൊവ്വാദോഷത്തെ മാറ്റിമറിച്ച് വിവാഹം ഏറ്റവും കൃത്യമായി നടക്കത്തക്ക വിധം നിന്നെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരുവനേ ഉള്ളൂ, അത് യേശു കർത്താവ്. കാരണം പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. ആർക്ക് വേണം ഈ വിടുതൽ? ആർക്ക് വേണം ഈ സാന്ത്വനം? ആർക്ക് വേണം ഈ ശബ്ദം? ആർക്ക് വേണം ദൈവികമായ ഈ ഇടപെടൽ? ഒരു കാര്യം ഉറപ്പാ, അവനാൽ കഴിയാത്ത ഒരു കാര്യമില്ല. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ രക്തത്തിന് ശക്തി ആസ്വദിച്ചുകൊണ്ട് ഈ രാത്രി ആർക്ക് യേശുവിന്റെ അരികിലേക്ക് അടുത്തു വരാൻ പറ്റും? 38 വർഷമല്ല, 3800 വർഷമല്ല, 38 കോടി വർഷമായി ഈ ഉലകത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഇരുട്ടിനെ അമ്പയെ പരാജയപ്പെടുത്തി വെളിച്ചമായി അവൻ ജയമെടുക്കുന്ന രാത്രി ഇന്ന് നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുക. ഇത് വെറുതെയല്ല പ്രാർത്ഥന, ഇത് വെറുതെയല്ല യോഗം, ഇത് വെറുതെയല്ല പാട്ട്. അഭിഷിക്തന്മാർ പാടുമ്പോൾ, അഭിഷിക്തന്മാർ പ്രസംഗിക്കുമ്പോൾ, അവർ പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയൊരു പ്രവൃത്തി, വലിയൊരു ഇമ്പാക്ട്, വലിയൊരു റിസൾട്ട് ദേശത്തുണ്ടാക്കിയേ കടന്നു പോകൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ന് ഈ സുവിശേഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം ഈ ദേശത്തോട് ചോദിക്കാനുണ്ട്. നിങ്ങൾ കേട്ട ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപഭംഗിലമായ ഈ ജീവിതം എനിക്ക് ഉപേക്ഷിക്കണം. എനിക്ക് പാപത്തിൻ്റെ കയ്പ് കറപറ്റിയ ഈ മനോബോധത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം. എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല, എനിക്ക് ആനന്ദമില്ല, എനിക്കൊന്ന് മുന്നേറണം. എനിക്ക് എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ കഴിയുക? ആരോടും വെളിപ്പെടുത്താനാവാത്ത 100 കുറ്റങ്ങളുടെ സമാഹാരമാണ് എൻ്റെ ജീവിതം. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് നിറക്കി വെക്കണം. ആരെന്നോട് ക്ഷമിക്കും? എങ്ങനെയാണ് എൻ്റെ ഭാവിയുടെ വഴികൾ? ഏത് കൊടും ഭാവി ഈ ശബ്ദം കേൾക്കുന്നുവോ നിന്നെ കുറ്റം വിധിക്കുകയല്ല, മറിച്ച് ഹൃദയാന്തർഭാഗത്ത് വന്ന് പാപക്കറകളെ കഴുകി നിന്നെ പരിശുദ്ധനാക്കുന്ന മഹത്തര സ്നേഹത്തിൻ്റെ ശബ്ദമാ ഇന്ന് കേൾക്കുന്നതെങ്കിൽ അകത്തും പുറത്തുമിരുന്ന് ഈ വചനം കേട്ടവർക്കിടയിൽ ആരും യേശുവിനെ സ്വീകരിക്കാൻ എനിക്കൊരു കാര്യം അറിയാം. ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകൾ യേശുവിനെ സ്വീകരിച്ച, ഒരുപക്ഷെ 100% പേരും യേശുവിനെ സ്വീകരിച്ചവരാ. പോരാ, യേശുവിനെ സ്വീകരിച്ചവർക്കിടയിൽ സ്നാനമേറ്റ് യേശുവിനോട് ചേരാൻ ഇനിയും കഴിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ തിരഞ്ഞ കർത്താവ് വന്നിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ സ്വീകരിക്കാൻ, സ്നാനമേൽക്കാൻ. മൂന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിന് സന്തോഷമില്ല, എനിക്ക് സമാധാനമില്ല, കുടുംബാന്തരീക്ഷം വളരെ മോശമാണ്, പ്രതിസന്ധിയുടെ മൂലമില്ല ഞാൻ നിൽക്കുന്നത്, ആഴക്കയത്തിൽ ഞാൻ മുങ്ങിത്താഴുന്നൊരു അനുഭവമാണ്. എനിക്കൊരു വിടുതൽ വേണം. കുടുംബത്തിലാകട്ടെ ദൂരത്തും ചാരത്തും ഇരിക്കുന്നവർക്കാകട്ടെ ഒരു വിടുതലില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ ഞങ്ങളൊരു കാര്യം ഉറപ്പു പറയുന്നു, ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. ശുദ്ധീകരിക്കുന്ന ദൈവം, ശക്തീകരിക്കുന്ന ദൈവം, വിടുതൽ തരുന്ന ദൈവം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
പ്രാർത്ഥന ചുമ്മാ വാചകമല്ല സുഹൃത്തേ. ഇന്ന് ദൈവം എന്ത് ചെയ്യുമെന്ന് നീ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളണം. ഈ ദൈവം എങ്ങനെ ഇടപെടുമെന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളണം. അതിന് പണച്ചിലവ് ആവശ്യമില്ല, അതിന് കർമാചാരങ്ങളുടെ വഴിയിലൂടെ പോകണമെന്നില്ല. ഒരൊറ്റ കാര്യം, കർത്താവേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങളെ അങ്ങ് ക്ഷമിച്ച് എന്നെ നിൻ്റെ പൈതലാക്കി തീർക്കണമേ. എനിക്ക് അവിടുത്തെ മകനാകാൻ ആഗ്രഹമുണ്ട്. പാപപങ്കിലമായ ജീവിതത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകളെ വലിച്ചെറിഞ്ഞുകൊണ്ട് 38 ആണ്ടുകൾ ഞാൻ കിടന്ന ദുരാചാരങ്ങളുടെ അടിത്തട്ടിൽ എനിക്ക് ജയാളിയായി ഇതുവഴി നടക്കണം. ഒരു കാര്യം ഉറപ്പാ, നീ തോറ്റു തുന്നം പാടിയ വഴിയിലൂടെ ജയാളിയായി നിന്നെ തലങ്ങും വിലങ്ങും നടത്താൻ കഴിയുന്നവനെയാ ഞങ്ങൾ ക്രിസ്തുവെന്ന് വിളിക്കുന്നത്. പരാജയത്തിന്റെ മുനമ്പത്ത് നിന്ന് വിജയ ശ്രീലാളിതനായി മുമ്പോട്ട് നയിക്കാൻ കഴിയുന്ന ആ യേശുവിൻ്റെ സുവിശേഷം ഇന്ന് ഇവിടുത്തെ പ്രവൃത്തി ചെയ്യുന്നു. ആർക്ക് വേണം യേശു ക്രിസ്തുവിനെ? ആർക്ക് വേണം അവിടുത്തെ പ്രാർത്ഥന? ആർക്ക് വേണം അവിടുത്തെ ഇടനില? ആർക്ക് വേണം പിതൃസന്നിധിയിലേക്കുള്ള സ്വാതന്ത്ര്യപൂർണമായ സമീപനം? ഞങ്ങൾ ഈ ദേശത്തിനും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാണ്. കണ്ണുകളടച്ചാട്ടൊരു വേള ഇവിടെ ഇരിക്കുന്നവർ ഈ നാടിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഓരോ നാവിലും പ്രാർത്ഥനയുടെ അക്ഷരങ്ങൾ പുറത്തു വരട്ടെ. ഈ ദിനങ്ങളിൽ നടന്ന കൺവെൻഷൻ ദേശത്തിന് സൗഖ്യം, കൊടും രോഗികൾ, മനം തിരിഞ്ഞു വരാത്തവർ, ഇനിയും പിടിക്കപ്പെടാത്ത 100 കുറ്റങ്ങൾക്കുള്ളിൽ അകപ്പെട്ടവർ, മനസ്സിനുള്ളിൽ വിങ്ങുന്ന കുറ്റബോധത്തിൻ്റെ നീരാളി പിടുത്തത്തിൽ കിടക്കുന്നവർ, ഹൂ ക്യാൻ സേവ് മീ, ആർക്കെന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നവർ, ഇതൊരു കൂട്ടം ആളുകൾ. നീ മരിക്കേണ്ട സുഹൃത്തേ, നീ തോൽവി അണേണ്ട. നിൻ്റെ വിജയത്തിൻ്റെ നാളുകൾ അടുത്തു വന്നു. തൊടുന്നതും പിടിക്കുന്നതുമെല്ലാം തോൽവി, എങ്ങും ഒരു ജയമില്ല. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ആർക്കാഗ്രഹമുണ്ട്? ആർക്കാവശ്യമുണ്ട് ഈ ദൈവകൃപ? മറ്റൊന്ന് കൂടി, അത് ഞാനിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാ. ഒരു സ്റ്റെയിൻസ് മരിച്ചൊടുങ്ങി. ഒറീസയിൽ അതിശക്തിയുക്തം യേശുവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. സ്റ്റെയിൻസ് മരിച്ച കിടത്ത്, അല്ലെങ്കിൽ ഇവിടെ വേറെവർ ഹീ സെൻറ്റ്, എവിടെ അവൻ അയക്കും അവിടൊക്കെ എനിക്ക് യേശുവിന് വേണ്ടി പ്രവർത്തിക്കണം, യേശുവിന് വേണ്ടി പാടണം, യേശുവിന് വേണ്ടി പ്രസംഗിക്കണം, യേശുവിന് വേണ്ടി സാക്ഷിക്കണം. ദൈവം അയക്കുന്നിടത്ത് യേശുവിൻ്റെ മകളായി മകനായി അവനായി നിൽക്കണം. ഞാനിപ്പോഴേ നിൽക്കുന്നുണ്ട്, പക്ഷെ ജ്വലനം ആവശ്യമാണ്. കൂടുതൽ കരുത്തോടെ പോകാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പറയപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങളിൽ പ്രാർത്ഥന ആവശ്യമുള്ളവർ, ആത്മാവ് ഹീമിക്കുന്നവർ, ഉള്ളിൻ്റെ ഉള്ളിൽ ആ പ്രേരണയുള്ളവർ മാത്രം ഒന്ന് കരമുയർത്തിയാട്ടെ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഹൃദയാന്തർഭാഗത്ത് പ്രേരണയുള്ള ഒരു പ്രിയപ്പെട്ടവൾ കരമുയർത്തുന്നു. പ്രാർത്ഥന അപേക്ഷിച്ച് ചിലർ കരമുയർത്തുന്നു. ഒരു പിതാവ് കരമുയർത്തുന്നു. ദൂരത്ത് ഒരു സഹോദരൻ കരമുയർത്തുന്നു. പ്രിയപ്പെട്ട ചിലരും കരമുയർത്തിക്കൊണ്ടിരിക്കുന്നു. ആ കരം ലജ്ജാവഹമായ ഒരനുഭവത്തിലല്ല, ഈ സമൂഹമധ്യേ ഒരാത്മസമർപ്പണത്തിൻ്റെ. ആ സമർപ്പണം എന്തെന്ന് എനിക്കറിയില്ല, പക്ഷേ അറിയുന്ന കർത്താവ് ഇവിടെയുണ്ട്. കരങ്ങളെ താഴ്ത്തിയിടാം. പുതുതായി ആരുണ്ട്? ചിലർ കൂടി കരം ഉയർത്തുന്നത് കാണുന്നു. ആത്മപ്രേരണയുണ്ടെങ്കിൽ, ദൈവകൃപയുടെ ആസ്വാദനം നിങ്ങളുടെ മീതെ ഉണ്ടെങ്കിൽ അവർ മാത്രം. ഇനി ഞങ്ങൾ കാണാതെ ദൂരത്താരെങ്കിലും യേശുവിനെ അറിയാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങൾ കാണണ്ടെന്നേ, മറ്റാരും കാണണ്ട. നിങ്ങൾ കരമുയർത്തുകയല്ല, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത കരം വെക്കണം. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇതുപോലെ നിങ്ങളുടെ ഭൗതിക ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഗ്രഹപ്പിഴ കൊണ്ട്, ചൊവ്വാദോഷം കൊണ്ട്, മറ്റേതെങ്കിലും തരത്തിലെ പ്രശ്നം കൊണ്ട് കുടുംബത്തിന് സമാധാനമില്ല, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, നീ ജീവിതത്തിലൊരു ബാധ്യതയാ, അങ്ങനെ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ചെയ്യുന്നതും പിടിക്കുന്നതുമെല്ലാം പരാജയമാ, ബിസിനസ് പരാജയമാ, എല്ലാ ഏർപ്പാടുകളും തോൽവിയാ, എനിക്കൊന്ന് ജയിക്കണം. ആർക്കാഗ്രഹമുണ്ട്? ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. അതിൽ ലജ്ജ വേണ്ട. പ്രവർത്തിക്കുന്ന യേശു നമ്മുടെ മധ്യത്തിൽ. ഞാൻ പ്രാർത്ഥിക്കുന്നൊരു വാക്കിൽ, പരിശുദ്ധനെ, ഇന്ന് കേട്ട വചനത്തിനായി സ്തോത്രം. 38 ആണ്ടുകൾ ഒരുവനെ കുരുക്കിക്കളഞ്ഞ ബെഥേസ്ത എന്ന ചിന്തയുടെ അടിത്തറയില്ലാത്ത പ്രചാരങ്ങൾ, അതിനെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് നസ്രായൻ ഇടപെട്ട് അവന് സൗഖ്യം കൊടുത്തതുപോലെ ഇന്ന് സമർപ്പണം ചെയ്ത ആളുകൾ വീടുകളിലോ പരിസരത്തോ ഇവിടെയോ ഉണ്ടെങ്കിൽ നീ അവരെ തൊട്ടനുഗ്രഹിക്കേണ്ടതിന്, അവരുടെ ആവശ്യകതകളിൽ കൂടെ ഇരിക്കേണ്ടതിന് ഞങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, പാപികൾക്ക് മനസ്സാന്തരം വരട്ടെ, കർത്തൃവേല ചെയ്യാൻ സമർപ്പണം ചെയ്തവർക്ക് പ്രചോദനം വരട്ടെ. കർത്തൃസവിധത്തിലേക്ക് സകലതും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന് വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ല നിലയിലാണ്
ഈ സഹോദരൻ ഈ സൗണ്ടൊക്കെ ചെയ്തു തന്നത് പ്രത്യേകിച്ചുള്ള നന്ദി. ദൈവം ആ മകനെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യം എല്ലാവരും കൂടി ഇരിക്കട്ടെ. താങ്ക് യു.